ബ്ലോക്കിലോട്ട് നമ്മൾ കയറുകയാണ്. അതായത് യൂണിറ്റ് 4 ബ്ലോക്ക് 1 ആണ് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ എടുത്തത്. അതിന്റെ ക്ലാസ് ബ്ലോക്ക് 2 യൂണിറ്റ് 4 എക്സ്ട്രാക്ട്, ട്രാൻസ്ഫോം ആൻഡ് ലോഡ്. എന്താണ് ഡേറ്റ വെയർഹൗസ്, അതിന് ഡിഫറെന്റ് സ്കീമ, ഡേറ്റ വെയർഹൗസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം പഠിച്ചത്. അപ്പം ഡേറ്റ വെയർഹൗസ് ഇസ് എ ഡിജിറ്റൽ സ്റ്റോറേജ് system that connects and harmonizes large amount of data from many different sources. നമുക്കറിയാം ഡിജിറ്റൽ സ്റ്റോറേജ് ആണെന്നും ലാർജ് എമൗണ്ട് ബിഗ് ഡേറ്റയാണ് അവിടെ സ്റ്റോർ ചെയ്യുന്നതെന്ന് നമുക്കറിയാം. അപ്പൊ അങ്ങനെ സ്റ്റോർ ചെയ്യണം. അതിനൊരു മെയിൻ കമ്പോണൻസ്, 4 മെയിൻ കമ്പോണൻസ് വേണം. എന്തൊക്കെയായിരിക്കും? സെൻട്രൽ ഡാറ്റാബേസ്, ഡാറ്റ ഇന്റഗ്രേഷൻ, മെറ്റാ ഡാറ്റ, ആൻഡ് ലാസ്റ്റ് വൺ ഡാറ്റ വെയർഹൗസ് ആക്സസ് ടൂൾസ്. ഇത്രയും 4 കാര്യങ്ങൾ വേണം നമുക്ക് അവിടെ. ഇതെല്ലാം ഒരു ടിപ്പിക്കൽ ഡാറ്റ വെയർഹൗസ് മെയിൻ കമ്പോണൻസ് ഉണ്ടെങ്കിൽ ഇത് സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്തില്ല. അതായത് ഒരു സെൻട്രൽ ഡാറ്റാബേസ് കാണും, അതായത് ഡാറ്റ എല്ലാം കൂടെ സ്റ്റോർ ചെയ്യാനുള്ള ഡാറ്റാബേസ്. പിന്നെ ഉള്ളത് ഡാറ്റ ഇന്റഗ്രേറ്റ് ചെയ്യും. ആ ഡാറ്റ ഇന്റഗ്രേഷനെ കുറിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ മെയിൻ ആയിട്ട് വരുന്നത്. അതായത് ETL പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. അപ്പം എങ്ങനെയാണ് ഡാറ്റ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. പിന്നെ മെറ്റാ ഡാറ്റ, ഡാറ്റ എബൌട്ട് ഡാറ്റ. അതുപോലെ ഈ ഡേറ്റയുടെ നമുക്ക് ഇപ്പം എക്സ്ട്രാ എടുക്കണം എന്നുണ്ടെങ്കിൽ, ഡേറ്റയൊക്കെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മളെ ആക്സസ് ടൂൾസ് വേണം. അതിനൊക്കെ ശരിയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. We will study about data integration component approach such as extract, transform and load in detail. അതായത് ETL എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എന്താണെന്ന് ആദ്യമേ നമുക്ക് പറയാം. ETL ഫുൾ ഫോം പഠിച്ചു വെക്കണം. എക്സ്ട്രാക്ട്, ട്രാൻസ്ഫോം ആൻഡ് ലോഡ്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു അതായത് യൂണിറ്റ് 4 എല്ലാ വർഷത്തിലെ ക്വസ്റ്റ്യൻ പേപ്പറും കണ്ടിട്ടുണ്ട്. ഇപ്പൊ അതുകൊണ്ട് ഇത് നല്ലോണം പഠിച്ചു വെക്കുന്ന ടോപ്പിക്കാണ്. ETL അതുപോലെ ELT ഉണ്ട്. അങ്ങനെ 2 കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇപ്പൊ ETL മീൻസ് എക്സ്ട്രാക്ട്, ട്രാൻസ്ഫോം ആൻഡ് ലോഡ്. എക്സ്ട്രാക്ട്, ട്രാൻസ്ഫോം ആൻഡ് ലോഡ് is a process of data integration that encompasses 3 steps: extraction, transformation and loading. അങ്ങനെ 3 കാര്യങ്ങൾ അവിടെ വരുന്നത്. എക്സ്ട്രാക്ഷൻ, ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ലോഡിംഗ്. In a nutshell, ETL system take large volumes of raw data from multiple sources, convert it for analysis and load that data into a warehouse. അതായത് നമുക്ക് എന്താണ് ETL എന്ന് പറയുന്നത്? ഡേറ്റ പ്രോസസ് തന്നെയാണ് ETL എന്ന് പറയുന്നത്. ഡേറ്റ പ്രോസസ് ആണ്. വേർ ഡേറ്റ ടേക്കൺ ഫ്രം വേരിയസ് സോഴ്സസ്. അതായത് ഒന്നെങ്കിൽ അത് ഫ്രം 1 ആകാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സോഴ്സസിൽ നിന്നായിരിക്കും ഡേറ്റ ഇത് എടുക്കുന്നത്. അതിന്റെ ഒരു ഫിഗർ അവിടെ ആദ്യമേ തന്നിരിക്കുന്നത്. ആ ഫിഗറിലോട്ട് നോക്കി അതായത് എവിടെ നിന്നൊക്കെ ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം? ഓപ്പറേഷൻ സിസ്റ്റം, ERP, CRM, SQL, അതുപോലെ കാറ്റ് ഫയൽസ്, സ്പ്രെഡ്ഷീറ്റ് അല്ലെ. അപ്പൊ നമുക്ക് പെട്ടെന്ന് മനസ്സിലാണ് സ്പ്രെഡ്ഷീറ്റിനകത്ത് നമ്മൾ ഫയലുകളെല്ലാം സേവ് ചെയ്ത് വെക്കാറില്ല ഡേറ്റാബേസ് കൺസെപ്റ്റില്. അവിടുന്ന് അല്ലെങ്കിൽ SQL സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജിൽ ഡേറ്റാബേസുകളും ടേബിളും ക്രിയേറ്റ് ചെയ്താണ് ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നതെന്നറിയാം. അതുപോലെ CRM മീൻസ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ആണ് CRMന്റെ ഫുൾ ഫോം. അതായത് കസ്റ്റമർ ഡേറ്റ സേവ് ചെയ്യുന്നത്. കസ്റ്റമർ ഡേറ്റ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലോ ഒക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു കടയിലൊക്കെയാണെങ്കിലും കസ്റ്റമർ ഡേറ്റ സേവ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ അത് CRM. പിന്നെയുള്ളത് ERP മീൻസ് എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്. ERPയെ കുറിച്ച് എല്ലാവർക്കും അറിയാം. നമ്മൾ ഈ അറ്റൻഡൻസ് ഒക്കെ ഒരു ഫോം ERP ഫോമിലോട്ടല്ലേ ഇപ്പൊ പോകുന്നത്. അതായത് എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ് അല്ലെങ്കിൽ ബിസിനസ് പ്രോസസ് തന്നെ ഓർത്താൽ മതി. അതായത് എല്ലാ കമ്പനിക്കും ഒരു ERP കാണും. അതായത് ഫിനാൻസിന് കാണും, HR കാണാം, സപ്ലൈ ചെയിൻ കാണാം, ഈവൻ എഡ്യൂക്കേഷൻ മേഖലയാണെങ്കിലും ERP കാണും. അപ്പൊ അവിടെ നിന്ന് ഡേറ്റ എടുക്കാം. അതുപോലെ ഓപ്പറേഷൻ സിസ്റ്റംസ്, റിലേഷൻ ഡേറ്റാബേസുകളിൽ നോക്കി നമുക്ക് ഡേറ്റ എടുക്കാം. അപ്പൊ അതാണ് അവിടെ നിന്നാണ് ഡേറ്റ നമ്മളെല്ലാം കൂടെ കളക്ട് ചെയ്യുന്നത്. ഫിഗറിനകത്ത് കാണിച്ചിരിക്കുന്ന ഓപ്പറേഷൻ സിസ്റ്റം, ERP, CRM, SQL, സ്പ്രെഡ്ഷീറ്റ് ഫയൽസ്, ഇങ്ങനെയുള്ള ഡേറ്റ ടേക്കൺ ഫ്രം മൾട്ടിപ്പിൾ സോഴ്സിൽ എടുക്കുന്ന ഡേറ്റയാണ് എന്ത് ചെയ്യുന്നു? എക്സ്ട്രാക്ട് ചെയ്ത് ട്രാൻസ്ഫോം ചെയ്ത് ലോഡ് ചെയ്യുന്നത്. ലോഡ് ചെയ്യുന്ന ഒന്നെങ്കിൽ നമുക്ക് ഡേറ്റ വെയർഹൗസിലോട്ട് ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഡേറ്റ മാർട്ടിലോട്ട് ചെയ്യാം, ഡേറ്റ പൂളിലോട്ട് ചെയ്യാം, ഡേറ്റ ലേക്കിലോട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ പഠിച്ചിരിക്കുന്ന ഡേറ്റ വെയർഹൗസ് അല്ലേ. അപ്പം ആ ഡേറ്റ വെയർഹൗസിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പൊ ഇവിടുന്നെല്ലാം എടുക്കുന്ന ഡേറ്റ, ഇവിടുന്നെല്ലാം ഡേറ്റ എടുത്തതിന് ശേഷം ആ ഡേറ്റയെ ട്രാൻസ്ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വാലിഡേഷൻ ആണ്. ഡേറ്റയുടെ വാലിഡേഷൻ, അതുപോലെ ഡേറ്റ ക്ലെൻസിങ് ഉണ്ട്, ഡേറ്റ ട്രാൻസ്ഫോമിംഗ് ഉണ്ട്, പിന്നെ ഡേറ്റ അഗ്രിഗേഷൻ ഉണ്ട്,
തുടർന്ന് ഡാറ്റ ലോഡ്. ഇത്രയും ചെയ്തതിനു ശേഷം മാത്രമേ ഡാറ്റ ലോഡ് ചെയ്യുന്നത്. അതായത് ഡേറ്റ വാലിഡേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന ഡേറ്റയ്ക്ക് വാലിഡേഷൻ നല്ല അക്യുറേറ്റ് ഡേറ്റ ആണോ എന്നുള്ള വാലിഡിറ്റി ചെക്ക് ചെയ്യുന്നു. അതുപോലെ ഡേറ്റ ക്ലെൻസിങ് എന്ന് പറയുമ്പോൾ ആവശ്യമില്ലാത്ത ഡേറ്റയൊക്കെ റിമൂവ് ചെയ്ത് കളയണം. ഇപ്പം റിഡൻഡൻസി ഒഴിവാക്കാൻ വേണ്ടി നോർമലൈസ് ചെയ്യുമ്പോൾ റിപ്പിറ്റേഷൻ ഓഫ് ഡേറ്റ വരുന്ന അതിനെ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ടാണ് ഡേറ്റയെ ട്രാൻസ്ഫോം ചെയ്യുന്നത്. അതിനുശേഷം ഡേറ്റയെ സമ്മറൈസ് ചെയ്യും. അഗ്രിഗേഷൻ മീൻസ് സമ്മറൈസ് ചെയ്യും. എന്നിട്ട് ഡേറ്റ എങ്ങോട്ട് ലോഡ് ചെയ്യും? ഡേറ്റ വെയർഹൗസിലോട്ട് ലോഡ് ചെയ്യും. അതാണ് ആ ഒരു ഫിഗറില് ജസ്റ്റ് ഒരു ഫിഗർ മുഖേന പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിന്റെ ഓരോരോ സ്റ്റെപ്സ് വെച്ച് നമ്മൾ ഇങ്ങനെ പറയുക. അതായത് ഇപ്പൊ എങ്ങനെയാണ് എക്സ്ട്രാക്ട് ട്രാൻസ്ഫോം ലോഡിങ്, അതിന്റെ പ്രോസസ് എങ്ങനെയാണ്, എന്തിനാണ് ഇതിന്റെ ആവശ്യകത, അതിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അതിപ്പോ ഒരു CRM എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു CRM സിസ്റ്റത്തിലാണെങ്കിൽ, CRM മീൻസ് ഒരു കസ്റ്റമർ ഡേറ്റ ഉള്ള സിസ്റ്റത്തില്, അതുപോലെ ഒരു സെയിൽസ് സിസ്റ്റം ഉണ്ടെന്ന് ഓർക്കുക. സെയിൽസിന്റെ സിസ്റ്റം ആണെങ്കിൽ ഇപ്പൊ ഒരു ഓഫീസ് ഒരു എന്റർപ്രൈസിനെ സംബന്ധിച്ച് അവർക്കൊരു CRM സിസ്റ്റം ഉണ്ട്, സെയിൽസ് സിസ്റ്റം ഉണ്ട്. CRM മീൻസ് കസ്റ്റമറിന്റെ ID സേവ് ചെയ്ത് വെക്കുന്ന ഒരു പേജ് ഉണ്ട്, ഒരു സെയിൽസ് സിസ്റ്റം. ആ ഒരു എന്റർപ്രൈസിലെ സെയിൽസ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടി നോക്കിയിട്ട് വിച്ച് കസ്റ്റമർ വിൽ പർച്ചേസ് റെഗുലർ, അങ്ങനെ അവർക്ക് കണ്ടുപിടിക്കത്തില്ലേ? ഏത് കസ്റ്റമർ ആണ് റെഗുലർ ആയിട്ട് ഏത് ഐറ്റം ആണ് പർച്ചേസ് ചെയ്യുന്നത് കണ്ടുപിടിക്കാമല്ലോ അല്ലേ? എന്നിട്ട് അത് ലോഡാക്കി വെക്കും. അപ്പൊ ആ ഒരു കൺസെപ്റ്റിലോട്ട് നമ്മളിപ്പോ പോകുന്നു. വൈ ഡു യു നീഡ് ETL? എന്തിനാണ് ETL യൂസ് ചെയ്യുന്നത്? അതായത് എക്സ്ട്രാക്ട്, ട്രാൻസ്ഫോം ആൻഡ് ലോഡ്, ഈ 3 പ്രോസസ്സിന് വേണ്ടിയാണ് ETL യൂസ് ചെയ്യുന്നത്. എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ in ETL the first link determines the strength of the chain. The extract stage determines which data source to use, the refresh rate of each source and the priorities between them. അതായത് എന്തൊക്കെയാണ് എക്സ്ട്രാക്ട് നോക്കുന്നത്? ഏത് ഡാറ്റാ സോഴ്സ് ആണ് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പോ ആദ്യത്തെ ഫിഗർ പറഞ്ഞില്ലേ, ഏത് ഡാറ്റാ സോഴ്സ് ഒന്നെങ്കിൽ സ്പ്രെഡ്ഷീറ്റ് ഫയൽ ആകാം, അല്ലെങ്കിൽ CRM ആകാം, അല്ലെങ്കിൽ ഏതാണ് SQL ആകാം, ERP ആകാം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആകാം. ഇതിൽ ഏത് ഫയലാണോ നമ്മൾ ഡാറ്റാ സോഴ്സ് എടുക്കുന്നത് അതെടുക്കുന്നു. പിന്നെ അതിന്റെ റീഫ്രഷ് റേറ്റ് ഓഫ് ഈച്ച് സോഴ്സ്, ഓരോ സോഴ്സിന്റെയും വെലോസിറ്റി എങ്ങനെയായിരിക്കും അതിനെക്കുറിച്ചും, പിന്നെ ഇത് പ്രയോറിറ്റീസ് ബിറ്റ്വീൻ ദം. അപ്പൊ അതിൽ എടുക്കുമ്പോൾ അതിനകത്തൊരു ഓർഡറിങ് കാണുമല്ലോ, അതിനെക്കുറിച്ചെല്ലാമാണ് എക്സ്ട്രാക്ട്. ഓൾ ഓഫ് വിച്ച് ഹെവിലി ഇമ്പാക്ട് അവർ ടൈം ടു ഇൻസൈറ്റ്. Then transform after extraction. അത് ഇവിടുന്നൊക്കെ ഡാറ്റ എടുക്കുന്നു. The transformation process bring clarity and order to the initial data set. ഇത് ട്രാൻസ്ഫോർമേഷൻ പ്രോസസ് എന്താണ്? ഇതിൽ ക്ലാരിറ്റിയെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഡേറ്റ്സ് ആൻഡ് ടൈംസ് കമ്പൈൻ ഇൻടു എ സിംഗിൾ ഫോർമാറ്റ് ആൻഡ് സ്ട്രിംഗ് പാസ് ഡൗൺ ഇൻടു ദെയർ ട്രൂലി അണ്ടർലൈൻ മീൻസ് എന്ന് പറഞ്ഞാൽ ഡേറ്റും ടൈമും. ഇപ്പൊ നമ്മൾ എടുക്കുന്ന ഒരു ഡേറ്റ, ഞാനിപ്പോ സ്പ്രെഡ്ഷീറ്റിൽ നിന്ന് നമുക്ക് Excel ആണ് കൂടുതൽ അറിയുന്നത്, അപ്പൊ നമ്മളെ SQL ആണ്. അത് ഞാനൊരു ഡേറ്റ എടുത്തു, ആ ഡേറ്റയുടെ ഡേറ്റും ടൈമും കമ്പൈൻ ചെയ്ത് ഒരു ഫോർമാറ്റിലേക്ക് മാറ്റും. ചിലപ്പോൾ നമ്മൾ ഈ എൻട്രി ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ് ചിലപ്പോൾ നമുക്ക് DDMMYY നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ MMDDYY. അത് തന്നെ നമുക്ക് 2 ഡിജിറ്റ് ഇട്ട് ചെയ്യാം. ഇയർ ആണ് നമ്മൾ 2 ഡിജിറ്റും 4 ഡിജിറ്റും ഇട്ട് ചെയ്യും. ഡേറ്റ് ആണെങ്കിലും മന്ത് ആണെങ്കിലും ഒക്കെ 1 ഡിജിറ്റും 2 ഡിജിറ്റും ഒക്കെ ഇട്ട് സെറ്റ് ചെയ്തില്ല. അപ്പൊ അതിനെല്ലാം കൂടി ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ഫോർമാറ്റിലോട്ട് സേവ് ചെയ്ത് വെക്കാം. പിന്നെ സ്ട്രിംഗ് പാസ് ഡൗൺ ഇൻടു ദ ട്രൂ അണ്ടർലൈൻ ഇമേജ് പറഞ്ഞാൽ സ്ട്രിംഗ്, ഇപ്പൊ നമ്മൾ സ്ട്രിംഗ് ആയിട്ട് കൊടുക്കുന്ന ഡേറ്റ കാണൂല. ഇപ്പൊ SQL അകത്ത് നമ്മൾ സ്ട്രിംഗ് ആയിട്ട് കൊടുക്കും. നമ്മുടെ പേര്, അഡ്രസ്സ്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സാധനം പർച്ചേസ് ചെയ്തെങ്കിൽ അതിന്റെ പർച്ചേസ് നെയിം, ഇതൊക്കെ നമുക്ക് ഇതൊക്കെ ഡാറ്റാബേസ് സ്ട്രിംഗ് ആയിട്ടാണ് കൊടുക്കുന്നത്. അതായത് ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ് സ്ട്രിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ്. അപ്പൊ അങ്ങനെ കൊടുക്കുന്നതിന് സ്ട്രിങ്ങുകളെ മീനിങ് ആയിട്ട് പാഴ്സ് ചെയ്യുക. പാഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? SQL ഒക്കെ പഠിച്ചില്ലേ, പാഴ്സ് ചെയ്യുക. കൺവേർട്ട് ഡാറ്റ ഫ്രം വൺ ഫോർമാറ്റ് ടു അനദർ, അതും ഒരു ഫോർമാറ്റിലോട്ട് മാറ്റി വെക്കുന്നു. ദെൻ ലൊക്കേഷൻ ഡാറ്റ കൺവേർട്ടഡ് ടു കോർഡിനേറ്റ്, സിപ്പ് കോഡ്സ്, സിറ്റീസ് ആൻഡ് കൺട്രീസ്. ഇനി നമ്മൾ കൊടുക്കുന്ന ഡാറ്റയ്ക്ക് നമുക്ക് ലൊക്കേഷൻ അഡ്രസ് ഉണ്ടെന്ന് നോക്കുക. അതിനെ നമ്മൾ ഇപ്പൊ സിറ്റി, സിപ്പ് കോഡ്, കൺട്രി, ഇതിന്റെ ബേസിൽ തന്നെ കൺവേർട്ട് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കുന്നു. ആൻഡ് ഇറ്റ് ഡിലീറ്റ്സ് യൂസ്ലെസ് ഡാറ്റ ആൻഡ് എറേഴ്സ് or discards them to later inspection. ഇങ്ങനെയൊക്കെ നമ്മൾ ഇപ്പൊ ഡേറ്റും ടൈമും അല്ലെങ്കിൽ സ്ട്രിങ് അല്ലെങ്കിൽ ഇപ്പൊ സിപ്പ് കോഡ്, കൺട്രി കോഡ്, ഇതെല്ലാം നമ്മൾ വേർതിരിച്ചെടുക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് അങ്ങനെ വരുമ്പോൾ നമ്മൾ യൂസ്ലെസ് ആയിട്ടുള്ള ഡേറ്റ എല്ലാം റിമൂവ് ചെയ്ത്, തെറ്റായിട്ടുള്ള ഡേറ്റ ഒക്കെ അതിനകത്ത് കാണും. ഇപ്പൊ സിപ്പ് കോഡ് ഒക്കെ ആണെങ്കിൽ ഒരു കോഡ് പോയി, ഒരു കോഡ് എൻട്രി ചെയ്തിട്ട് ആ ഡേറ്റ നമ്മൾ കളയുക, അങ്ങനെ ആവശ്യമില്ലാത്തെല്ലാം ഡിസ്കാർഡ് ചെയ്തെല്ലാം എടുക്കുന്നു. ഇറ്റ് ക്യാൻ ഓൾസോ മാസ്ക് പേഴ്സണലി ഐഡന്റിഫൈഡ് ഇൻഫോർമേഷൻ ടു കമ്പയർ വിത്ത് GDPR, CCP ആൻഡ് അതർ പ്രൈവസി റിക്വയർമെന്റ്സ്. ഇതിനെല്ലാം കൂടെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പലതരത്തിലുള്ള റൂൾസുകളൊക്കെ യൂസ് ചെയ്ത് ചെയ്യും. പിന്നെയാണ് ലോഡിംഗ് എന്നുള്ള
പ്രോസസ്സിലോട്ട് വരുന്നത്. അതായത് ലോഡിംഗ് മീൻസ് ലാസ്റ്റ് ഫേസ് ഓഫ് ETL പ്രോസസ്സ്. ദി ലോഡ് ഫേസ് ഓൾസോ ഡിറ്റർമിൻസ് വെദർ ലോഡിംഗ് വിൽ ഹാപ്പൻ ഇൻക്രിമെന്റലി ഓർ it will require upsert, അതായത് അപ്ഡേറ്റിംഗ് എക്സിസ്റ്റിംഗ് ഡാറ്റ ആൻഡ് ഇൻസേർട്ടിംഗ് ന്യൂ ടേബിൾ ഫോർ ദി ന്യൂ ബാച്ചസ് ഓഫ് ഡാറ്റ. പുതിയ ഡാറ്റ നമ്മൾ ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അപ്സേർട്ട് എന്നുള്ള ഒരു ഫംഗ്ഷൻ ആണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഇൻസേർട്ട് അറിയാം, അപ്ഡേറ്റ് അറിയാം. അപ്പൊ അപ്സേർട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്ഡേറ്റിംഗ് എക്സിസ്റ്റിംഗ് ഡാറ്റ, അത് ഉള്ള ഡാറ്റയെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുകയും ഈ ന്യൂ ഡാറ്റ നമ്മൾ ആഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രക്രിയമാണ് ലോഡിങ്ങിനകത്ത് വരുന്നത്. അപ്പം എക്സ്ട്രാക്ട് ട്രാൻസ്ഫോം ലോഡിങ്. അപ്പൊ എന്തിനാണ് ETLന്റെ ആവശ്യകത എന്ന് ചോദിച്ചാൽ നമുക്കത് അതിന്റെ ഒരു സോഴ്സ് വേണം, ഇതിനെ ട്രാൻസ്ഫോം ചെയ്യുന്നതാണ് മെയിൻ ആയിട്ട് നോക്കുന്നത്. അതിന്റെ ഡാറ്റയുടെ ഒരു ഫോർമാറ്റിൽ നിന്ന് വേറെ ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു, പിന്നെ അതിനെ അപ്സേർട്ട്. അങ്ങനെയാണ് ഡാറ്റ ETL എന്നുള്ളതിന്റെ ഒരു ന്യൂഡിനെ കുറിച്ചൂടെ പറയുന്നത്. ഇനി ETL പ്രോസസ് എങ്ങനെ നടക്കും അതിനെ കുറിച്ച് അടുത്ത് പറയുന്നത്. അതായത് ഡാറ്റ എക്സ്ട്രാക്ഷൻ എങ്ങനെ നടക്കും, ഐഡന്റിഫൈ ദി ഡാറ്റ ടു എക്സ്ട്രാക്ട്. അതിന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണ്ടേ, ഏത് ഡാറ്റയാണ് എക്സ്ട്രാക്ട് ചെയ്യേണ്ടത് ഐഡന്റിഫൈ ചെയ്യണം. The first step to extract data extraction is to identify the data sources you want to incorporate into your database. These sources might be from relational SQL like a MySQL or non-relational NoSQL database like a MongoDB or Cassandra. അതായത് നമ്മൾ എവിടെ നിന്നാണോ ഡേറ്റ എടുക്കുന്നത് അതിനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ചിലപ്പോൾ SQL സോഴ്സിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ MySQL നിന്നായിരിക്കും, പല നോൺ റിലേഷണൽ ഡാറ്റാബേസിൽ നിന്നൊക്കെ നമുക്ക് എടുക്കാം. ഇൻഫോർമേഷൻ could be also from a SaaS platform like Salesforce or other entry. അതായത് ഇൻഫോർമേഷൻ നമ്മൾ എടുക്കുന്ന എപ്പോഴും എങ്ങനെയായിരിക്കും? SaaS പ്ലാറ്റ്ഫോമിനായിരിക്കും. എന്തായിരിക്കും SaaS? SaaS സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്, അതുപോലെ പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്, IaaS ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്. ഒക്കെ നമ്മളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ സോഫ്റ്റ്വെയർ ആസ് എ പ്ലാറ്റ്ഫോം ആ ഒരു കൺസെപ്റ്റിൽ നിന്നായിരിക്കും നമ്മൾ ഡാറ്റ ഒരു സോഫ്റ്റ്വെയറിൽ നിന്നായിരിക്കും എടുക്കുന്നത്. After identifying the data, you need to determine specific database we want to extract. അപ്പൊ ഡാറ്റ നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ മനസ്സിലാക്കി വെക്കുക അത് ഏത് ഫീൽഡിൽ നിന്നാണ് നമ്മൾ ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അതാണ് ഡാറ്റ എക്സ്ട്രാക്ഷന് ഫസ്റ്റ് സ്റ്റെപ്പ്, ഐഡന്റിഫൈ ദി ഡാറ്റ എക്സ്ട്രാക്ട്. ദെൻ സെക്കൻഡ് വൺ പറയാം എസ്റ്റിമേറ്റ് ഹൗ ലാർജ് ദി ഡാറ്റ എക്സ്ട്രാക്ഷൻ, എത്രമാത്രം നമ്മൾ ഇത് എടുക്കണം. ലാർജ് ദി സൈസ് ഓഫ് ഡാറ്റ എക്സ്ട്രാക്ഷൻ മാറ്റേഴ്സ്. Are you extracting 50 megabits or 50 gigabits or 50 petabytes of data? A large quantity of data will require a different ETL strategy. അതായത് നമ്മൾ എത്രമാത്രമാണ് ലാർജ് എമൗണ്ട് ഓഫ് എടുക്കണോ അതോ സ്മോൾ എമൗണ്ട് ഓഫ് മതിയോ എന്നുള്ളതൊക്കെ നമ്മൾ ആദ്യമേ ഒന്ന് എടുക്കണം. അതായത് ഫോർ എക്സാമ്പിൾ യു ക്യാൻ ടേക്ക് എ ലാർജ് ഡാറ്റ സെറ്റ് മോർ മാനേജബിൾ ബൈ അഗ്രിഗേഷൻ ഇൻ 1 month ലെവൽ rather than ഡേ ലെവൽ, which reduces size of extraction. നമ്മൾ ഡെയിലി എടുക്കുന്നു മന്ത്ലി എടുക്കുന്ന നമ്മൾ വ്യത്യാസമില്ലേ? അപ്പൊ അത് എങ്ങനെ വേണം എന്നുള്ളത് ആലോചിച്ചെടുക്കുക. യു ക്യാൻ അപ്ഗ്രേഡ് യുവർ ഹാർഡ്വെയർ ടു ഹാൻഡിൽ ദി ലാർജസ്റ്റ് ഡാറ്റ. അപ്പൊ നമ്മൾ നമ്മുടെ കപ്പാസിറ്റി കൂടെ നോക്കണം. നമ്മുടെ അതായത് എന്താ നമുക്ക് ഇത് നമ്മളിപ്പോ ലാർജ് ഡാറ്റയാണ് എടുക്കുന്നതെങ്കിൽ അതിനെ അത് ഹോൾഡ് ചെയ്ത് റൺ ചെയ്യിക്കാൻ മാത്രമുള്ള ഹാർഡ്വെയറോട് നമുക്ക് ഉണ്ടോ, അങ്ങനെ കപ്പാസിറ്റി ഉണ്ടോ, അങ്ങനെയുള്ള കണ്ടീഷൻസോട് നമ്മൾ നോക്കണം. പിന്നെ ചൂസ് ദി എക്സ്ട്രാക്ഷൻ മെത്തേഡ്. അപ്പൊ ഐഡന്റിഫൈ ചെയ്തു അത് എത്രമാത്രം എമൗണ്ട് ഓഫ് എടുക്കുന്നുണ്ടെന്ന് തീരുമാനിച്ചു, പിന്നെ ഏത് മെത്തേഡ് വെച്ചാണ് എടുക്കുന്നത്. ചൂസ് ദി എക്സ്ട്രാക്ഷൻ മെത്തേഡ്. ഡാറ്റ എക്സ്ട്രാക്ഷൻ ഈസ് ആൻ ഓൺഗോയിങ് പ്രോസസ് ദാറ്റ് മേ നീഡ് ടു ഹാപ്പൻ ഓൺ എ മിനിറ്റ് ബൈ മിനിറ്റ് ബേസ്. അതായത് ഓൺഗോയിങ് പ്രോസസ് ആണ് ഡാറ്റ എക്സ്ട്രാക്ഷൻ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ there are 3 principal methods for extracting information. 3 മെത്തേഡ്സ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്ഡേറ്റ് നോട്ടിഫിക്കേഷൻ, ഇൻക്രിമെന്റൽ എക്സ്ട്രാക്ഷൻ, ഫുൾ എക്സ്ട്രാക്ഷൻ. അപ്ഡേറ്റ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? The source system will send a notification when one of its record has changed, and then the data warehouse update with only a new information. അതായത് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷൻ നമുക്ക് മനസ്സിലായി അല്ലേ? സോഴ്സ് സിസ്റ്റം ഒരു നോട്ടിഫിക്കേഷൻ സേവ് ചെയ്യുമ്പോൾ ദെൻ റെക്കോർഡ്സ് ചേഞ്ച് ചെയ്യും ഓട്ടോമാറ്റിക്കലി. തുടർന്ന് നമുക്ക് ഡാറ്റാ വെയർഹൗസ് അപ്ഡേറ്റ് ചെയ്യും. അങ്ങനെ പുതിയ ഇൻഫോർമേഷൻ അനുസരിച്ച് അങ്ങനെ അപ്ഡേഷൻ നോട്ടിഫിക്കേഷൻ വേണം. അതുപോലെ ഇൻക്രിമെന്റൽ എക്സ്ട്രാക്ഷൻ, ഐഡന്റിഫൈ വിച്ച് റെക്കോർഡ്സ് ഹാവ് ചേഞ്ച് ആൻഡ് പെർഫോമിംഗ് എക്സ്ട്രാക്ഷൻ ഓഫ് ഓൺലി ദോസ് റെക്കോർഡ്സ്. അതായത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം ഏത് റെക്കോർഡാണ് അവിടെ ഐഡന്റിഫൈ ചേഞ്ച് ചെയ്തെന്നുള്ളത് മനസ്സിലാക്കണം. ഇൻക്രിമെന്റൽ എക്സ്ട്രാക്ഷൻ കനോട്ട് ഓൾവേസ് ഐഡന്റിഫൈ ഡിലീറ്റഡ് റെക്കോർഡ്സ്. അതായത് അതിന് ഡിലീറ്റഡ് റെക്കോർഡ്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമല്ല, പക്ഷെ നമ്മൾക്ക് എവിടെയാണ് ചേഞ്ചസ് വന്നിരിക്കുന്നത് മനസ്സിലാക്കണം. പിന്നെ ഫുൾ എക്സ്ട്രാക്ഷൻ. Actually, first 2 methods won't work. A complete update of all data through full extraction is necessary. Keep in mind that this method is likely only feasible for smaller data set. അതായത് ഫുൾ എക്സ്ട്രാക്ഷൻ ഒക്കെ നമുക്ക് കുറച്ചൊരു ഡാറ്റാ സെറ്റ് മാത്രമേ നടക്കത്തുള്ളൂ. കൂടുതൽ നടക്കുന്ന എക്സ്ട്രാക്ഷൻ മെത്തേഡ് അപ്ഡേഷനും അതുപോലെ ചേഞ്ചസ് എന്തെങ്കിലും ഇൻക്രിമെന്റൽ എക്സ്ട്രാക്ഷൻ എന്തെങ്കിലും സംഭവിച്ചു
അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും എടുക്കുക. പിന്നെ ആക്സസ് യുവർ SAS പ്ലാറ്റ്ഫോം, അതായത് നമ്മൾ ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇത് ആക്സസ് ചെയ്യുക എന്നുള്ളത്. ബിസിനസ് ഫോർമലി റിലൈഡ് ഇൻ അവർ ഹൗസ് ആപ്ലിക്കേഷൻ ഫോർ അക്കൗണ്ടിങ് ആൻഡ് അതർ റെക്കോർഡ് കീപ്പിംഗ്. ദിസ് ആപ്ലിക്കേഷൻ ചൂസ് ഫോർ OLTP transaction database that is named on site server. Today, more business uses SAS or PAS, അതല്ലേ, ഇല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് അല്ലെ പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്. സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയറിൽ നിന്നായിരിക്കും നമ്മൾ ഇത് ആക്സസ് ചെയ്യുന്നത്, അല്ലെ പ്ലാറ്റ്ഫോം. പ്ലാറ്റ്ഫോം മീൻസ് ഗൂഗിളോ സെയിൽസ് ഫോഴ്സോ അനലിറ്റിക്സോ ഹബ്സ്പോട്ടോ അതുപോലുള്ള ഏതെങ്കിലും ഒരു നിന്നായിരിക്കും ആക്സസ് ചെയ്യുന്നത്. പിന്നെ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു ആപ്ലിക്കേഷൻ എക്സ്പ്ലെയിൻ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ, ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതിൽ നിന്ന് വേണമെങ്കിൽ ഡേറ്റ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സ്ട്രാക്ഷൻ ആണ്. എക്സ്ട്രാക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. എക്സ്ട്രാക്ഷൻ പറയുമ്പോൾ ഡേറ്റ എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യുന്നതിന് നോക്കുമ്പോഴത്തേനും അതായത് ഏത് സോഴ്സിൽ നിന്നാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം, എത്രമാത്രം എമൗണ്ട് ഓഫ് ഡേറ്റ എടുക്കുന്നുണ്ട്, അതായത് നമ്മുടെ ഹാർഡ് തന്നെ സപ്പോർട്ട് ചെയ്യുന്നത് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ ചൂസ് ദി എക്സ്ട്രാക്ഷൻ മെത്തേഡ്, ഏതൊക്കെ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ ഡേറ്റ ട്രാൻസ്ഫോർമേഷൻ. ഡേറ്റ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് that occurs in a staging area after extraction is multi-stage data transformation. സ്റ്റേജിങ് ഏരിയയ്ക്ക് ശേഷം വരുന്ന അതായത് എക്സ്ട്രാക്ഷന് ശേഷം വരുന്ന നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഡേറ്റ ട്രാൻസ്ഫോർമേഷൻ. മൾട്ടി സ്റ്റേജ് ഡേറ്റ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാല് അതെങ്ങനെയൊക്കെ നടത്താം അതിനെ കുറിച്ച് പറയുന്നത്. ഫോളോയിങ് ആദ്യ ഡേറ്റ ട്രാൻസ്ഫോർമേഷൻ സ്റ്റെപ്സ് എന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ ഡ്യൂപ്ലിക്കേഷൻ, അതായത് ഡേറ്റ ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, ഡ്യൂപ്ലിക്കേഷൻ നമ്മൾ നോക്കണം. ഡീഡ്യൂപ്ലിക്കേഷൻ, അതായത് നോർമലൈസ്ഡ് ആവണം. നമുക്ക് നോർമലൈസിങ് നമുക്കൊരു ഐഡിയ ഉണ്ട്, അതായത് റിഡൻഡൻസി കുറയ്ക്കണം അല്ലേ, ആവശ്യമില്ലാത്ത റെപ്പിറ്റേഷൻ ഓഫ് ഡേറ്റ അവോയ്ഡ് ചെയ്യണം. ഐഡന്റിഫൈസ് ആൻഡ് റിമൂവ്സ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഇൻഫോർമേഷൻ. ഒരാളെ സംബന്ധിച്ച് നമുക്ക് ഒരേപോലെ തന്നെ ഡേറ്റ കയറി വരുന്നത് അവോയ്ഡ് ചെയ്ത് വരണം. പിന്നെ കീ റീസ്ട്രക്ചറിങ്, അതായത് ബ്രോസ് കീ കണക്ഷൻസ് ഫ്രം വൺ ടേബിൾ ടു അനദർ. അത് നമ്മൾ കീ അതായത് പ്രൈമറി കീ, ഫോറിൻ കീ, അങ്ങനെയുള്ള കീസുകളൊക്കെ കാണത്തില്ല. അപ്പൊ അതിനെല്ലാം നമുക്ക് അതിന് റീസ്ട്രക്ചർ ചെയ്യണം. ഒരു ടേബിളിൽ നിന്നും അടുത്ത ടേബിളിലോട്ടുണ്ടെന്നുണ്ട് അതിനെ റീസ്ട്രക്ചർ ചെയ്യണം. പിന്നെ ക്ലെൻസിങ് ഇൻവോൾവ് ഡിലീറ്റിംഗ് ഓൾഡ്, ഇൻകംപ്ലീറ്റ് ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ് ഡേറ്റ ടു മാക്സിമൈസ് ഡേറ്റ ആക്യുറസി. നമുക്ക് വേണ്ടാത്ത ഡേറ്റയൊക്കെ കാണുമല്ലോ, അതായത് വേണ്ടാത്തതെന്ന് പറഞ്ഞാൽ ഓൾഡ്, അല്ലെങ്കിൽ നമുക്ക് ചില ഡേറ്റ സെന്ററിൽ ഇപ്പൊ എൻ്റർ ചെയ്ത് വെച്ചിരിക്കും, നമ്മളൊരു അത് കംപ്ലീറ്റ് ആയിരിക്കത്തില്ല, അതിനകത്ത് എല്ലാ ഫീൽഡുകളും ഫില്ല് ചെയ്തിട്ടില്ലെങ്കിൽ ഡേറ്റാബേസിലൂടെ സേവ് ആയി പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഡേറ്റ. അതുപോലെ ഡേറ്റയുടെ ആക്യുറസി ഇല്ലാത്ത, അതായത് ഡ്യൂപ്ലിക്കേറ്റ് ഡേറ്റ, ഇതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് കളയണം, അതായത് നമുക്കതൊന്നും വേണ്ട. പിന്നെ പെർഹാപ്സ് ദോ പാസിംഗ് ടു റിമൂവ് സിൻടാക്സ് എറർ, ടൈപ്പോസ് ആൻഡ് ഫ്രാഗ്മെന്റ്സ് ഓഫ് റെക്കോർഡ്. ചില ഡേറ്റയ്ക്ക് അത് ചിലപ്പോൾ സിൻടാക്സ് എറർ കാണും. എന്ന് പറഞ്ഞാൽ നമുക്ക് സിൻടാക്സ് എറർ എന്ന് പറഞ്ഞാൽ ഒരു ബിറ്റിലും കൂടുതൽ, ഒരു ബിറ്റ് കുറവോ അങ്ങനെയുള്ളത് വരാം. നമുക്ക് ആ പറഞ്ഞിരിക്കുന്ന ഒരു റൂളിലായിരിക്കത്തില്ല ഡേറ്റ എൻട്രി ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ടൈപ്പോസ് എറർ കാണും. ടൈപ്പോസ് എറർ എന്ന് പറഞ്ഞാൽ ഇപ്പം സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളൊക്കെ കാണും. അങ്ങനെയൊക്കെ ഉണ്ട്, അതെല്ലാം അവോയ്ഡ് ചെയ്ത് വിടണം. പിന്നെ ഫ്രാഗ്മെന്റ് ഓഫ് റെക്കോർഡ്സ്. പിന്നെ ഫോർമാറ്റ് റിവിഷൻ, കൺവേർട്സ് ഫോർമാറ്റ് ഓഫ് ഡിഫറെന്റ് ഡേറ്റാ സെറ്റ്സ് ലൈക്ക് ഡേറ്റ് ആൻഡ് ടൈം, മെയിൽ, ഫീമെയിൽ ആൻഡ് യൂണിറ്റ്സ് ഓഫ് മെഷർമെന്റ് ഇൻ എ കൺസിസ്റ്റന്റ് ഫോർമാറ്റ്. അതായത് നമ്മൾ ചില ഡേറ്റാബേസുകളിലൊക്കെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ മെയിൽ ഓർ ഫീമെയിൽ MALE/FEM ഫീമെയിൽ അങ്ങനെ സ്പെല്ലിങ്ങോടുകൂടി കൊടുക്കും. ചിലരാണ് M/F എന്ന് കൊടുക്കും, ചിലരാണ് T/F എന്ന് കൊടുക്കും, ട്രൂ ഓർ ഫോൾസ് അങ്ങനെയൊക്കെ കൊടുക്കും, മെയിലാണ് ഫീമെയിലാണ്. അപ്പൊ അതുപോലെ ഡേറ്റ് ആൻഡ് ടൈമിനാണെങ്കിൽ MMDD/D പല ഫോർമാറ്റിൽ കൊടുക്കും. അതുപോലെ യൂണിറ്റ്സ് ഓഫ് മെഷർമെന്റിന് ഇപ്പൊ കിലോഗ്രാം അല്ലെ ഗ്രാം അല്ലെ GB, ഇതിനൊക്കെ നമ്മൾ സ്പെല്ലിങ്ങോടുകൂടി കൊടുക്കാം, അല്ലെ ഷോർട്ടായിട്ട് കൊടുക്കാം. പക്ഷെ ഇതിൽ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് നിലനിർത്തണം. പിന്നെ ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ creates transformation rules that apply to the data. For example, may you need to subtract certain costs or tax liabilities from business revenue figures before analyzing them. അതായത് ലയബിലിറ്റിയോ കോസ്റ്റോ ഒക്കെ അപ്പൊ ബിസിനസ്സിൽ നിന്ന് കുറയ്ക്കേണ്ടി വന്നേക്കാം, ടാക്സ് ഒക്കെ അങ്ങനെയുള്ളത്. അപ്പൊ അവ വിശകലനം ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഏകദേശം ഒരു കണക്കുകളൊക്കെ നമ്മൾ ഡെറിവേറ്റ് ചെയ്ത് വെക്കണം. പിന്നെ അഗ്രിഗേഷൻ മീൻസ് gathers and searches data so we can present in a summarized report format. എപ്പോഴും നമ്മൾ ഡേറ്റ ഒന്ന് സമ്മറൈസ് ചെയ്ത് വെക്കണം, അങ്ങനെ അഗ്രിഗേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇന്റഗ്രേഷൻ മീൻസ് റീകോയിൻസ് ഡൈവേഴ്സ് നെയിംസ് വാല്യൂസ് that apply to the same data elements across data warehouse so that each element has a standard name and definition. അതായത് ഓരോ ഡേറ്റയ്ക്കും വിവിധങ്ങളായ ഇപ്പൊ നെയിമും വാല്യൂസും വരുമ്പോൾ അവയ്ക്ക് ഒരു സ്റ്റാൻഡേർഡ് നെയിം ഡിഫൈൻ ചെയ്ത് കൊടുക്കുക. നമുക്ക് ചില ഒരേ ഡേറ്റയ്ക്ക് തന്നെ പല പേര് നമ്മൾ കൊടുക്കും ഇല്ലേ, ഇപ്പൊ സെക്സ്, ജെൻഡർ ഇത് രണ്ടും പറയണമെന്നല്ലേ. അപ്പൊ അങ്ങനെ തന്നെ ചില ഡേറ്റ് ഓഫ് ബർത്ത് ചില TOB എന്ന് കൊടുക്കാം,
അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതിന് നമ്മളൊരു സ്റ്റാൻഡേർഡ് നോർമൽ ഡെഫിനിഷൻ തന്നെ കൊടുത്തു വെക്കുക. അതാണ് ഇതിനെല്ലാം ട്രാൻസ്ഫോം ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. പിന്നെ ഫിൽട്ടറിങ്, സെലക്ട് സ്പെസിഫിക് കോളംസ് റോസ് ആൻഡ് ഫീൽഡ്സ് വിത്തിൻ എ ഡാറ്റ സെറ്റ്. അതായത് നമ്മൾ ഫിൽട്ടർ ചെയ്തെടുക്കണം. പിന്നെ സ്പ്ലിറ്റിംഗ്, സ്പ്ലിറ്റ്സ് വൺ കോളം ടു മോർ ദാൻ വൺ കോളം. ചിലപ്പോൾ നമുക്ക് ഇതിൽ തന്നെ സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും, അതുപോലെ ജോയിൻ ചെയ്യേണ്ടി വരും. ഇത് ആഡ് സ്പ്ലിറ്റ് ഇൻഫോർമേഷൻ അക്രോസ് മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസിലോട്ട് ആഡ് ചെയ്യേണ്ടി വരും. പിന്നെ സമ്മറൈസ് ചെയ്യണം. സമ്മറൈസ് മീൻസ് അതിനൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നമുക്കൊരു ബ്രീഫ് ആയിട്ടൊന്ന് അല്ലേ കൊടുക്കണം. പിന്നെ വാലിഡേഷൻ സെറ്റപ്പ് ആൻഡ് ഓട്ടോമാറ്റിക് റുബീസ് ടു ഫോളോ ഡിഫറെന്റ് സർക്കംസ്റ്റാൻസസ്. ഫോർ എക്സാമ്പിൾ, then you can flag a row for investigation or prevent from being processed with the rest of the information. അതായത് റോയിലെ ഇപ്പൊ നമുക്കൊരു ഫസ്റ്റ് 5 ഫീൽഡ് നല്ലാണെങ്കിൽ നമ്മളിപ്പോ ഒരു ഡാറ്റാബേസിൽ നിന്ന് കുറച്ച് ഡാറ്റ എടുത്തതിനെ ട്രാൻസ്ഫോം ചെയ്ത് നോക്കുമ്പോൾ നോക്കുകയാണ് അതിനകത്ത് കുറെ ഫീൽഡുകൾ നല്ലായിട്ട് കിടക്കുക, പക്ഷെ ഡാറ്റാബേസിലോട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആണെങ്കിൽ ആ റോ ഫ്ലാഗ് ചെയ്യാം. അപ്പൊ അന്വേഷണത്തിന് അല്ലെങ്കിൽ ബാക്കിയൊക്കെയുള്ള ഇൻഫോർമേഷൻസുമായി നമുക്ക് പ്രോസസ് ചെയ്യുമ്പോൾ അതിനെ നമുക്ക് പ്രിവെന്റ് ചെയ്ത് വിടത്തില്ലേ? അത് നള്ള പിന്നെ ആ ഡാറ്റ ഇട്ട് നമ്മൾ പിന്നെയും എടുക്കേണ്ട കാര്യം വരുന്നില്ല. അപ്പൊ അത്രയും കാര്യങ്ങളാണ് എന്താണ് ഡാറ്റ ട്രാൻസ്ഫോമിൽ വരുന്നത്. അപ്പൊ ഡ്യൂപ്ലിക്കേഷനോ അതുപോലെ ക്ലെൻസിങ്, ഫോർമാറ്റ് നോക്കുക, അഗ്രിഗേഷൻ, ഡാറ്റ വാലിഡേഷൻ, സ്പ്ലിറ്റിങ്, ജോയിനിങ്, ഫിൽട്ടറിങ്, പിന്നെ വാലിഡേഷൻ, സമ്മറൈസേഷൻ, ഇതെല്ലാം നോക്കിയാണ് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത്. അതിനുശേഷം ലാസ്റ്റ് വൺ ആണ് ലോഡിങ്. ലോഡിങ് മീൻസ് പ്രോസസ് ഓഫ് ലോഡിങ് ദി എക്സ്ട്രാക്ട് ഇൻഫോർമേഷൻ ഇൻ യുവർ ടാർഗറ്റ് ഡാറ്റ റെപ്പോസിറ്ററി. അത് ഏതെങ്കിലും ഒരു മെയിൻ ഒരു ഡാറ്റാബേസിലോ ഒരു ഡാറ്റ വെയർ ഹൗസിലോ അല്ലെങ്കിൽ ഒരു ഡാറ്റ കോഡിലോ ഒക്കെ നമ്മൾ സേവ് ചെയ്ത് വെക്കുക. അപ്പൊ ഇത് എപ്പോഴും ഒരു ഓൺ ഗോയിങ് പ്രോസസ് ആയിരിക്കും ലോഡിംഗ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഓൺ ഗോയിങ് പ്രോസസ്. അപ്പൊ എങ്ങനെയൊക്കെ വരാം ഈ ലോഡ് എന്നാ പറയുന്നത്? 3 തരത്തിൽ വരാം. ഒന്ന്, ഒരു 2 തരത്തിൽ വരാം. ബാച്ച് ഇൻക്രിമെന്റൽ ലോഡും സ്ട്രീമിംഗ് ഇൻക്രിമെന്റൽ ലോഡും. അങ്ങനെ 2 തരത്തില് ലോഡിങ് പോസിബിൾ ആണ്. ബാച്ച് ഇൻക്രിമെന്റും പോലെ സ്ട്രീം ഇൻക്രിമെന്റ്. ബാച്ച് ഇൻക്രിമെന്റ് എന്ന് പറഞ്ഞാല് ഡാറ്റ വെയർഹൗസ് ഇൻജസ്റ്റ് ഇൻഫോർമേഷൻ ഇൻ പാക്കറ്റ്സ് ഓർ ബാച്ചസ്. അതായത് ഇൻഫോർമേഷൻ നമുക്കൊന്ന് പാക്കറ്റ് ബാച്ച് ആയിട്ട് നമുക്കതിനെ അങ്ങോട്ട് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അതായത് ഡ്യൂറിങ് ഓഫ് പീക്ക് ഹവേഴ്സ്, ഓൺ എ ഡെയിലി, വീക്കിലി, മന്ത്ലി ബേസിസ്. ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് ഡെയിലി കൊടുക്കാം, അല്ലെങ്കിൽ ഡെയിലി ഒരു ബാച്ച് ആയിട്ട് കൊടുക്കാം. അതുപോലെ ഡാറ്റ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് അത് മന്ത്ലി കൊടുത്താൽ മതി, അല്ലെങ്കിൽ വീക്കിലി കൊടുത്താൽ മതി. അങ്ങനെ നമുക്ക് ഒന്ന് ബാച്ച് ആയിട്ട് ഇൻക്രിമെന്റൽ ലോഡ് ചെയ്ത് വെക്കാൻ പറ്റും. അതിൽ ഏറ്റവും നല്ല യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എക്സ്പ്ലെൻറ്റി എന്ന് പറയുന്നുണ്ട്. ഇന്റഗ്രേഷൻ പ്ലാറ്റ്ഫോമാണ് എക്സ്പ്ലെൻറ്റി. പിന്നെ സ്ട്രീമിംഗ് ഇൻക്രിമെന്റൽ ലോഡ്സ്. സ്ട്രീമിംഗ് എന്ന് പറഞ്ഞാൽ അതായത് ന്യൂ ഡാറ്റ ആസ് ഇറ്റ് അപ്പിയേഴ്സ് ഇൻ റിയൽ ടൈം. ദിസ് മെത്തേഡ് ഈസ് പർട്ടിക്കുലർലി വാല്യുബിൾ വെൻ ദി എൻഡ് യൂസർ റിക്വസ്റ്റ് റിയൽ ടൈം അപ്ഡേറ്റ്. എന്തെങ്കിലും വന്നു നമുക്ക് അന്നേരം ആയിരിക്കും അപ്ഡേറ്റ്, റിയൽ ടൈമിൽ അപ്ഡേറ്റ് വന്നാൽ. അതായത് ഫോർ എക്സാമ്പിൾ ഫോർ അപ് ടു ദി മിനിറ്റ് ഡിസിഷൻ മേക്കിംഗ്. അല്ലെങ്കിൽ ഫർദർ സ്ട്രീമിംഗ് ഇൻക്രിമെന്റൽ ലോഡ്സ് ആർ ഓൺലി പോസിബിൾ for updation involve very smaller amount of data. In case minute by minute batch updates offer a more robust solution in real time. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു റിയൽ ടൈമിൽ എന്തെങ്കിലും വന്നാൽ അതിനെ ഒന്ന് സ്ട്രീം ചെയ്യാൻ വേണ്ടി, അതായത് അന്നേരം പെട്ടെന്ന് ഒരു മേജർ ഡിസിഷൻ വന്നാൽ അന്നേരം ലോഡ് ചെയ്യാനുള്ളതും നോക്കി വെക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇൻക്രിമെന്റൽ ലോഡിങ്ങിന് എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം? ഇൻക്രിമെന്റൽ ലോഡ്സ് ക്യാൻ ഡിസ്റ്റർബ് സിസ്റ്റം പെർഫോമൻസ് ആൻഡ് മേക്ക് കോസ് ഓഫ് കോസ്റ്റ് ഓഫ് പ്രോബ്ലംസ് ഇൻ. അതായത് വർദ്ധിച്ചു വരുന്ന ഈ ലോഡുകൾ അപ്പം ചിലപ്പം ബാച്ചായിട്ട് വരാം, അല്ലെ ഇപ്പൊ സ്ട്രീമിംഗ് ആയിട്ട് ഓൺലൈൻ പെട്ടെന്ന് റിയൽ ടൈമിൽ വരുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ വരുമ്പോഴത്തേനും സിസ്റ്റത്തിന്റെ പെർഫോമൻസ് തടസ്സപ്പെടാം. അതെങ്ങനെയാണ്? ഡാറ്റ സ്ട്രക്ചറിൽ പെട്ടെന്ന് ചേഞ്ചസ് വരാം അല്ലെ. ഇപ്പൊ അതായത് ഒരു അപ് ടു ദി മിനിറ്റ് ഡിസിഷൻ മേക്കിംഗ് വന്നു, അപ്പം അതിന്റെ ചിലപ്പോൾ ഡാറ്റ സ്ട്രക്ചറിൽ വ്യത്യാസം വരിക, അങ്ങനെ വരാം. അല്ലെങ്കിൽ പ്രോസസിങ് ഡാറ്റ അതിന്റെ റോങ് ഓർഡർ, അപ്പൊ നമ്മൾ അങ്ങനെ എൻട്രി ചെയ്യുന്നത് ചിലപ്പോൾ തെറ്റായ ഓർഡറിൽ എൻട്രി ചെയ്ത് പോകാം. അല്ലെങ്കിൽ ഫെയിലിയർ ടു ഡിറ്റക്ട് പ്രോബ്ലംസ്, ചിലപ്പോൾ നമുക്ക് ചില പ്രോബ്ലംസ് കണ്ടുപിടിക്കാൻ വരാതെ വരാം. ഇതൊക്കെ എന്ത് ചെയ്യും? സിസ്റ്റത്തിന്റെ പെർഫോമൻസിനെ അഫക്ട് ചെയ്യുന്നതാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, വർക്ക് ഓൺ ETL. എങ്ങനെയാണ് ETL വർക്ക് ചെയ്യുന്നതെന്ന് നോക്കുന്നത്. അതായത് പാർസിംഗ് ഓർ ക്ലെൻസിങ്. ETL സിസ്റ്റം പെർഫോംസ് എ നമ്പർ ഓഫ് ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻസ്. ETL സിസ്റ്റത്തിനകത്ത് എങ്ങനെയൊക്കെ വർക്ക് ചെയ്യാനായിട്ട് കുറെ ഫംഗ്ഷൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ, പാർസിംഗ് ഓർ ക്ലെൻസിങ്. പാർസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറയാം, ഒരു ഡേറ്റയെ നമ്മൾ വേറൊരു ഡാറ്റ ഫോർമാറ്റിലോട്ട്, ഒരു ഫോർമാറ്റിൽ നിന്നുകൊണ്ട് വേറൊരു ഫോർമാറ്റിലോട്ട് നമ്മൾ ഡേറ്റയെ കൺവേർട്ട് ചെയ്യുന്നതിനാണ് പാർട്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ക്ലെൻസിങ്, ആവശ്യമില്ലാത്ത ഡേറ്റയെ നമ്മൾ എടുത്തു കളയുക. ഇറ്റ് മീൻസ് ഐഡന്റിഫൈങ് ആൻഡ് കറക്റ്റിംഗ് എറേഴ്സ് അല്ലെ. എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്, പിന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റി കറക്റ്റ് ചെയ്യുന്നു. ഇൻകൺസിസ്റ്റൻസ് ആൻഡ് അനോമലീസ് ഇൻ ദി സോഴ്സ് ഡാറ്റ ബിഫോർ ലോഡിംഗ് ഇറ്റ് ഇൻ ദി ടാർഗറ്റ് ഡാറ്റ സോഴ്സ്. അതായത് ഡാറ്റ സോഴ്സിലോട്ട്
നമുക്ക് എന്തെങ്കിലും കൺസിസ്റ്റന്റ് അല്ലാത്ത അല്ലെ അനോമലീസ് ഉള്ള ഡേറ്റ വരുവാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ചെയ്ത് വേണം ലോഡ് ചെയ്ത് കയറ്റാൻ. അതാണ് പാഴ്സിങ് ആൻഡ് ക്ലീനിങ് ഫംഗ്ഷൻസ് അവിടെ യൂസ് ചെയ്യുന്നത്. അതായത് അതിന് പല ഫോർമാറ്റുകളുണ്ട്, JSON, XML, CSV. XML മാത്രമേ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ് അല്ലെ, അല്ലെങ്കിൽ CSV. അതായത് ഫയൽ സ്റ്റോർ ചെയ്യുന്ന ടാബുലാർ ഡേറ്റയിലായിരിക്കും. അതായത് നമ്പരും ടെക്സ്റ്റും ഒക്കെ ആയിട്ട് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെയുള്ള ഫയലുകളാണ് CSV ഫയൽസുകൾ വരുന്നത്. പ്ലെയിൻ ടെക്സ്റ്റ് ഒക്കെ ആയിട്ട് നമ്മൾ സേവ് ചെയ്ത് വെക്കാറില്ലേ, ഫയൽ സ്റ്റോർ ചെയ്യുന്ന. പിന്നെ JSON എന്ന് പറഞ്ഞാല് ഒരു ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്ട് നൊട്ടേഷൻ ആണ്. ടെക്സ്റ്റ് ബേസ്ഡ് ഫോർമാറ്റ് തന്നെയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഫോർമാറ്റുകളൊക്കെ നോക്കി നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കറക്റ്റ് ചെയ്ത് എറേഴ്സ് ഒക്കെ നോക്കി വേണം ചെയ്യാനാണ് പാർസിംഗ് ഓർ ക്ലെൻസിംഗ് എന്ന് പറയുന്നത്. പിന്നെ സെക്കൻഡ് വൺ പറഞ്ഞ ഡാറ്റ എൻറിച്ച്മെന്റ്. Data enrichment എന്ന് പറഞ്ഞാൽ preparing data for analytics usually requires certain data enrichment steps including injecting expert knowledge, resolving discrepancies and correcting bugs. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് അതായത് നമ്മുടെ ഡേറ്റയെ ഒന്നുകൂടെ എൻറിച്ച് ചെയ്യാൻ, പരിപോഷിപ്പിക്കുക എന്ന് വേണേൽ പറയാം. അതിന് നമ്മൾ കുറെ സ്റ്റെപ്സുകളൊക്കെ യൂസ് ചെയ്യുന്നു. അതായത് ഇൻജെക്ടിങ് എക്സ്പെർട്ട് നോളജ്, ആ ഡേറ്റയ്ക്ക് കൂടുതൽ നോളജ് കൊടുക്കണം. അതായത് എന്ന് വെച്ചാല് ആ ഡേറ്റ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്ത് വെച്ചാൽ ചിലർക്ക് ആ ഡേറ്റയെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ റിസോൾവിങ് ഡിസ്ക്രീപ്പൻസീസ്, അതായത് എന്തെങ്കിലും പൊരുത്തക്കേടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു പോകണം, റിസോൾവ് ചെയ്ത് പോകണം. അതുപോലെ കറക്റ്റിംഗ് ബഗ് നമുക്കറിയാം, എറർ തന്നെയല്ലേ, അതിനെയും കറക്റ്റ് ചെയ്ത് പോകണം. പിന്നെ സെറ്റിംഗ് വെലോസിറ്റി റെക്കോർഡ് ചെയ്ത് ഫ്രീക്വൻസി ഓഫ് ഡേറ്റ ലോഡ് ചെയ്യുന്നതിന് ആ ഫ്രീക്വൻസി മീൻസ് വേണമെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം സ്പീഡ്, അതായത് ദാറ്റ് ഈസ് ഇൻസേർട്ടിംഗ് ന്യൂ ഡേറ്റ ആൻഡ് അപ്ഡേറ്റിംഗ് എക്സിസ്റ്റിംഗ് ഡേറ്റ. അത് നമ്മൾ എപ്പോഴും നോക്കണം, പുതിയ ഡേറ്റ കൊടുക്കുമ്പോഴും അപ്ഡേറ്റ് ചെയ്യുമ്പോൾ. പിന്നെ ഡേറ്റ വാലിഡേഷൻ, ഡേറ്റ ഈസ് എൻറ്റി കറക്റ്റ് ഓഫ് മിസ്സിംഗ് ക്രൂഷ്യൽ എലമെന്റ്സ്. ചില സമയത്ത് നമുക്ക് ഡേറ്റ എൻറ്റി ആയിട്ട് വരാം, അല്ലെങ്കിൽ മിസ്സിംഗ് ആയിട്ട് വരാം. ഡ്യൂറിംഗ് ഡേറ്റ വാലിഡേഷൻ ETL finds these occurrences and determines whether to stop the entire process if the data was set aside for human inspection. അപ്പൊ നമുക്ക് അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും ഡേറ്റ മിസ്സായി പോയി, ആ ഡേറ്റ ഫില്ല് മാറിയില്ല, വാലിഡേഷൻ നടന്നില്ലെന്നെങ്കിൽ നമ്മൾ ഉടനെ അതിനെ എൻറ്റയർ പ്രോസസ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, അത് അന്വേഷിക്കാൻ, ആ ഡേറ്റ അവിടെ സ്കിപ്പ് ചെയ്ത് വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ETLന്റെ വർക്കിംഗ് പറയുന്നത്. പാർസിംഗ് ആൻഡ് ക്ലെൻസിങ്, ഡേറ്റയെ പിന്നെ എൻറിച്ച് ചെയ്യുക, അതുപോലെ വെലോസിറ്റി നോക്കുക, അതുപോലെ അപ്ഡേഷനും ഡിലീഷനും ഒക്കെ സംഭവിക്കുമ്പോൾ, ഇൻസേർഷനും ഒക്കെ സംഭവിക്കുമ്പോൾ, അതുപോലെ ഡേറ്റയുടെ വാലിഡേഷൻ ചെക്ക് ചെയ്യുക. പിന്നെ ലെയേർഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ETL ഇൻ ഡേറ്റ വെയർഹൗസ്. ജൂൺ 2023 പോസ്റ്റിനാണ് ലെയേർഡ് ഇംപ്ലിമെന്റേഷൻ തന്നെ ചോദിച്ചിട്ടുണ്ട്. അതായത് അവിടെ 4 ലെയേർഡ് ഇംപ്ലിമെന്റേഷൻ ആണ് പറയുന്നത്. മിറർ റോ ലെയർ, സ്റ്റേജിംഗ് ലെയർ, സ്കീമ ലെയർ ആൻഡ് അഗ്രിഗേഷൻ ലെയർ. അങ്ങനെ 4 ലെയർ ഉണ്ടെന്നാണ് പറയുന്നത് ETL പ്രോസസ്സിന്. ഡേറ്റ വെയർഹൗസിലെ ETL പ്രോസസ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ 4 ലെയർ ഉണ്ട്. ഫസ്റ്റ് വൺ മിറർ റോ ലെയർ. ദിസ് ലെയർ ഈസ് എ കോപ്പി ഓഫ് ദി സോഴ്സ് ഫയൽസ് ഓർ ടേബിൾസ്. അതായത് ഈ ലെയർ സോഴ്സ് അല്ലെ ടേബിളിന്റെ അല്ലെ ഫയലുകളുടെ ഒക്കെ ഒരു കോപ്പിയാണ്. വിത്ത് നോ ലോജിക് ഓർ എൻറിച്ച്മെന്റ്. അതിനകത്ത് പ്രത്യേകിച്ച് ലോജിക് ഒന്നുമില്ല, ഒരു കോപ്പി മാത്രമാണ് ടേബിൾസ് ഓർ ഫയൽസിന്റെ, അതായത് സോഴ്സ് ടേബിൾസിന്റെ ഒക്കെ. ദി പ്രോസസ് കോപ്പീസ് ആൻഡ് ആഡ് സോഴ്സ് ഡാറ്റ ഇത് ലാർജ് ടാർഗറ്റ് മിറർ tables, then which one hold historical raw data that is ready to be transferred. Historical data ആയിരിക്കും, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിയ ഡേറ്റ ആയിരിക്കും. അതിന്റെ ഒരു സോഴ്സിന്റെ ഒരു കോപ്പി ആയിരിക്കും ഏത് മിറർ റോ ലെയർ കാണുന്നത്. പിന്നെ സ്റ്റേജിംഗ് ലെയർ എന്ന് പറഞ്ഞാല് all transformation wind up the staging tables. ഇത് once raw data from mirror tables transform, മിററിൽ നിന്നും അത് ട്രാൻസ്ഫോം ചെയ്ത് വന്നാൽ പിന്നെ വരുന്ന ലെയർ ആണ് സ്റ്റേജിംഗ് ലെയർ. That is wind up staging tables. These tables hold a final form of data for the incremental part of ETL. അതായത് ഒരു ഡേറ്റയുടെ ഒരു ഫൈനൽ ഫോമിൽ കാണിക്കുന്ന സ്റ്റേജിംഗ് ലെയറിലായിരിക്കും. പിന്നെ സ്കീമ ലെയർ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദി ഡെസ്റ്റിനേഷൻ ടേബിൾ. അതായത് ഇത് സോഴ്സ് വന്നതിന് ഒരു ഫൈനൽ ലെവലിലാക്കിയത് സ്റ്റേജിംഗ് ലെയർ. പിന്നെ എവിടെയെങ്കിലും നമുക്ക് ഈ ടേബിളിനെ കൊണ്ട് പ്ലേസ് ചെയ്യണ്ടേ, ആ ലെയർ ആണ് സ്കീമ ലെയർ എന്ന് പറയുന്നത്, അതായത് ഡെസ്റ്റിനേഷൻ ടേബിൾസ്. പിന്നെ അഗ്രിഗേഷൻ ലെയർ. അപ്പൊ അഗ്രിഗേഷൻ മീൻസ് പലയിടത്തും എല്ലാം കൂടെ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്ത് വെക്കുന്നതായിരിക്കും. അതായത് ഇറ്റ്സ് ബെനിഫിഷ്യൽ ടു അഗ്രിഗേറ്റ് ഡേറ്റ ടു ഡെയിലി ടു സ്റ്റോർ ലെവൽ ഫ്രം ഫുൾ ഡേറ്റ സെറ്റ്. അതായത് അങ്ങനെ 4 ലെവൽസ് ഉണ്ട്. ആ 4 ലെവൽസിനെ കുറിച്ചും നോട്ട് ചെയ്ത് വെക്കുക. Then ETL and OLAP data warehouse. During ETL process, information is extracted from various relational databases, OLAP or RDBMS and other sources. നമുക്കറിയാം എക്സ്ട്രാക്ട് ചെയ്യുന്ന എവിടെ നിന്നായിരിക്കും, OLAP ഓൺലൈൻ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് അല്ലെങ്കിൽ RDBMS ഒക്കെ ആയിരിക്കും ഡേറ്റയെ എടുക്കുന്നത്. ട്രാൻസ്ഫോർമേഷൻ
within a staging area into compatible relation format and integrated with other data sources. Loaded into the online algebra processing with the data. എന്നിട്ട് അതിനെ അവിടെ നിന്ന് ട്രാൻസ്ഫോം ചെയ്ത് സ്റ്റേജിങ് ഏരിയ വന്നതിന് ശേഷം ലാപ്പിലോട്ട് ഓൺലൈൻ algebra പ്രോസസ്സിംഗിലോട്ട് തന്നെ ലോഡ് ചെയ്ത് വെക്കുന്നതാണ് അവിടെ പറഞ്ഞത്. ഇനി ETL ടൂൾസ് ആൻഡ് ബെനിഫിറ്റ്സ്. ETL ടൂൾസിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് നോക്കുന്നത്. അതായത് ETL ടൂൾസ് എപ്പോഴും ഒരു അതായത് എന്തായിരിക്കും, ETL ടൂൾസ് കം ഇൻ എ വൈഡ് വെറൈറ്റി ഓഫ് ബോത്ത് ഇൻ ഓപ്പൺ സോഴ്സ് ഓഫ് പ്രൊപ്രൈറ്ററി കാറ്റഗറി. ഓപ്പൺ സോഴ്സിലും പ്രൊപ്രൈറ്ററി കാറ്റഗറിയിലും ETL ടൂൾസിന് വെറൈറ്റി ഉണ്ട്. അത് രണ്ടിലും അതുണ്ട്. ഓപ്പൺ സോഴ്സിലും ഉണ്ട്, പ്രൊപ്രൈറ്ററിയിലും ഉണ്ട്. നമുക്ക് രണ്ടും അറിയാം. ഓപ്പൺ സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഫ്രീലി അവൈലബിൾ ആണ്. ഇപ്പൊ ലിനക്സ് OS ഒക്കെ ഓപ്പൺ സോഴ്സ് ആണ് നമുക്കറിയാം. അത് ലിബർ ഓഫീസ് സോഫ്റ്റ്വെയർ എല്ലാം ഓപ്പൺ സോഴ്സ് നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ MS ഓഫീസ് അങ്ങനെ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. കാരണം MS ഓഫീസ് ഒരു പ്രൊപ്രൈറ്ററി ആണ്. അതായത് അതിന്റെ ഒരു CD വാങ്ങിച്ച് നമുക്ക് അതിന്റെ സെക്യൂരിറ്റി കിട്ടിയാൽ മാത്രമേ നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ നമുക്ക് പറ്റത്തുള്ളൂ. വിൻഡോസ് ഒരു പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ അല്ലേ, അതായത് ലൈസൻസ്ഡാണ്. പക്ഷെ ലിനക്സ് അങ്ങനെയല്ല. അപ്പം എന്താ പറയുക, ETL ടൂൾസ് എന്ന് പറയുന്ന ഓപ്പൺ സോഴ്സിലും പ്രൊപ്രൈറ്ററിയിലും ETL ടൂൾസിന് വെറൈറ്റീസ് അല്ലെ, ETL ടൂൾസിന് വെറൈറ്റീസ് ഉണ്ട്. അപ്പം ഇവിടെ പറയുന്നത് we can use to build ETL pipelines in Python. There are tools Go and Hadoop ഒക്കെ ആ ഫ്രെയിംവർക്കുകളൊക്കെ ഇത് യൂസ് ചെയ്യാം. ഹാഡൂപ്പ് ഒക്കെ ഓപ്പൺ സോഴ്സ് ജാവ പ്ലാറ്റ്ഫോം ഫ്രെയിംവർക്കാണ്. അപ്പൊ അവിടെയൊക്കെ ETL ടൂൾസ് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ കുറച്ച് സെന്റൻസ് പറയുന്നുണ്ട് എങ്ങനെയൊക്കെ ആയിരിക്കാം ETL ടൂൾസിന്റെ ബെനിഫിറ്റ്സ് വരുന്നത്. ഫസ്റ്റ് വൺ, സ്കെയിലബിലിറ്റി, സിംപ്ലിസിറ്റി, ഔട്ട് ഓഫ് ദി ബോക്സ്, കംപ്ലൈൻസസ്, ലോങ് ടേം കോസ്റ്റ്. ഇത്രയും ആയിരിക്കാം ETL ടൂൾസിന്റെ ബെനിഫിറ്റ്സ്. ഫസ്റ്റ് വൺ, സ്കെയിലബിലിറ്റി. സ്കെയിലബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ട്രൈങ് ടു സ്കെയിൽ ഔട്ട് ഹാൻഡ് കോഡ് ETL സൊല്യൂഷൻസ് ഇസ് ഡിഫിക്കൾട്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഹാൻഡ് കോഡ് ചെയ്ത ETL സൊല്യൂഷൻസ്, ഹാൻഡ് കോഡഡ് ആയിട്ടുള്ള ETL സൊല്യൂഷൻസ് സ്കെയിൽ ഔട്ട് ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. ഈ സ്കെയിലബിലിറ്റി നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സ്കീമയുടെ കോംപ്ലക്സിറ്റി കൂട്ടി ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള എക്സ്പെൻഡി പോലുള്ള ETL പ്ലാറ്റ്ഫോം ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് അതിന്റെ സ്കെയിലബിലിറ്റി കൊടുക്കാൻ പറ്റുന്ന പറഞ്ഞത്. അതായത് നമ്മൾ സാധാരണ രീതിയിലുള്ള ഹാൻഡ് കോഡ് ചെയ്ത ETL സൊല്യൂഷൻസ് എടുക്കുമ്പോൾ അവിടെ നമുക്ക് അതിനെ സ്കെയിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സ്കീമയൊക്കെ മാറ്റുക. ഇപ്പൊ സ്കീമ കോംപ്ലക്സിറ്റി റൈസസ് ആൻഡ് യുവർ ടേസ്റ്റ് ഗ്രോ ഹൗ കോംപ്ലക്സ് ആൻഡ് റിസോഴ്സ് ഹംഗ്രി എന്ന് പറഞ്ഞാൽ സ്കീമയുടെ കോംപ്ലക്സിറ്റി കൂട്ടിയിട്ട് നമുക്ക് ക്ലൗഡ് ബേസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം ഒക്കെ യൂസ് ചെയ്ത്, ഇവിടെ പറയുന്നത് എക്സ്പ്ലെയിൻറ്റി പോലുള്ള പ്ലാറ്റ്ഫോംസ് ഒക്കെ യൂസ് ചെയ്യുക. അങ്ങനെ നമുക്ക് അതിന്റെ സ്കെയിലബിലിറ്റി കൂട്ടാൻ പറ്റും. പിന്നെ സിംപ്ലിസിറ്റി മീൻസ് ഗോയിങ് ഫ്രം ഹാൻഡ് കോഡ് ETL solution using SQL alchemy and pandas with RPY2 and parse to something as simple cloud platform. Benefits of having എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ ലെയറും ഒറ്റ ടൂൾസിലേക്ക് മാറ്റാൻ പറ്റും. അതുമൂലം നമുക്ക് ടൈമും റിസോഴ്സസും എല്ലാം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അത് ലാസ്റ്റ് പറഞ്ഞത് ബെനിഫിറ്റ്സ് ഓഫ് ഹാവിംഗ് ഓൾ ഓഫ് യു നീഡ്സ് ലെയർഡ് ഇൻ ടു വൺ ടൂൾ സേവ്സ് യു ടൈം, റിസോഴ്സസ് ആൻഡ് ലോട്ട്സ് ഓഫ് ഹെഡേക്സ്. അതായത് നമുക്ക് ഈ സിംപ്ലിസിറ്റി ആക്കുക എങ്ങനെയാണ്, ETL ടൂൾസിനെ സിംപ്ലിസിറ്റി ആക്കുക എന്ന് പറഞ്ഞാല് എല്ലാ ലെയറും കൂടെ നമുക്ക് ഒറ്റ ലെയറിലേക്ക് മാറ്റിയിട്ട് ടൈമും റിസോഴ്സും ഒക്കെ സേവ് ചെയ്യാൻ പറ്റുക. അത് ETL ടൂൾസിന്റെ ഒരു ബെനിഫിറ്റ്സ് ആണ്. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിന് എക്സ്ട്രാ സോഫ്റ്റ്വെയറുകൾ ആവശ്യമാണ് ഔട്ട് ഓഫ് ദി ബോക്സ്. പിന്നെ വൈൽ ഓപ്പൺ സോഴ്സ് ETL ലൈക്ക് അപ്പാച്ചെ എയർഫ്ലോ റിക്വയർ സം കസ്റ്റമൈസേഷൻ, ക്ലൗഡ് ബേസ്ഡ് ETL ടൂൾസ് ലൈക്ക് എക്സ്പ്ലെയിൻ വർക്ക് വിത്ത് ഔട്ട് ഓഫ് ബോക്സ്. അതായത് ഇപ്പൊ അപ്പാച്ചെ എയർഫ്ലോ പോലുള്ള ETL ടൂൾസുകളാണ്, അതെല്ലാം ഓപ്പൺ സോഴ്സ് ആയിരിക്കും. അപ്പൊ അതിനെ കസ്റ്റമൈസ് ചെയ്യാൻ എക്സ്പ്ലെയിൻ പോലുള്ള ക്ലൗഡ് ബേസ്ഡ് ETL ടൂൾസ് ആവശ്യമാണ്. ഔട്ട് ഓഫ് ദി ബോക്സ് പറയുന്നത്. പിന്നെ കംപ്ലൈൻസസ് എന്ന് പറയുമ്പോൾ using an ETL tool that bakes compliances into framework is an easy way to skip difficult and risky compliance setups. അത് കംപ്ലൈൻസ് ബേക്ക് ചെയ്യുന്ന ഒരു ETL ടൂൾസ് ഉപയോഗിച്ച് റിസ്ക്കും ഡിഫിക്കൽട്ടിയും ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. കംപ്ലൈൻസ് ബേക്ക് ചെയ്യുന്ന ETL ടൂളുകൾ ഏതെങ്കിലും കാണും, അത് ടൂൾസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു റിസ്ക്കും ഡിഫിക്കൽട്ടിയും ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ ലോങ് ടേം കോസ്റ്റ്, ഹാൻഡ് കോഡഡ് സൊല്യൂഷൻസ് മേ ബിക്കം ചീപ്പർ അപ് ഫ്രണ്ട് ബട്ട് ദേ ക്യാൻ കോസ്റ്റ് യു ലോങ് ടേം കോസ്റ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, അതായത് യു ക്യാൻ സ്പെൻഡ് ടൈം ആൻഡ് എനർജി ഓൺ മോഡിഫിക്കുക. അപ്പൊ നമുക്ക് ലോങ് ടേം കോസ്റ്റ് ആണ്, നമ്മുടെ സമയവും എനർജിയും ഒക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയാണ് അതിന്റെ ഒരു എന്താ പറയുന്നത് ബെനിഫിറ്റ്സിനെ കുറിച്ച് പറയുന്നത്. ETL ടൂൾസിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയായിരിക്കും? സ്കെയിലബിൾ ആയിരിക്കും, സിംപ്ലിസിറ്റി, ഔട്ട് ഓഫ് ബോക്സ്, കംപ്ലൈൻസ് ആൻഡ് ലോങ് ടേം കോസ്റ്റ്. Then improving the performance of ETL. ETLന്റെ പെർഫോമൻസ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം?
tackle the bottlenecks, load data incrementally, partition large tables, cut out extraneous data, cache the data, അതുപോലെ പ്രോസസ് ഇൻ പാരലൽ യൂസിങ് ഹാഡൂപ്പ്. ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. അത് എങ്ങനെയൊക്കെ നമുക്കൊരു ETL പെർഫോമൻസ് നോക്കാം. എന്താ ടാക്കിൾ ദി ബോട്ടിൽ നെക്സ് എന്ന് പറഞ്ഞ തടസ്സങ്ങളൊക്കെ വരുമല്ലേ, അതിനെ നേരിടണം. അതായത് തടസ്സങ്ങൾ വരുന്ന എപ്പോഴാന്ന് ചോദിച്ചാൽ നമുക്ക് ഹാർഡ്വെയർ യൂസേജ് ഉണ്ടോ, അല്ലെങ്കിൽ സമയമുണ്ടോ, നമ്പർ ഓഫ് റെക്കോർഡുകൾ ഉണ്ടോ, ഇതൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. അത് നമ്മൾ അങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ നമ്മൾ നേരിട്ട് പോകും ഇങ്ങനെയുള്ള ടൂളുകൾ യൂസ് ചെയ്യുമ്പോൾ. പിന്നെ ലോഡ് ഡേറ്റ ഇൻക്രിമെന്റലി, അതായത് വർദ്ധിച്ചു വരുന്ന ഇപ്പൊ ഡേറ്റയുടെ ഉപയോഗം ഒരുപാട് കൂടി വരുമല്ലേ, അപ്പൊ നമ്മൾ അത് ഡേറ്റ ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. ലോഡിംഗ് ഓൺലി ദി ചേഞ്ചസ് ബിറ്റ്വീൻ പ്രീവിയസ് ആൻഡ് ന്യൂ ഡേറ്റ സേവ്സ് എ ലോട്ട് ഓഫ് ടൈം ടു കമ്പയർഡ് ടു ഫുൾ ലോഡ്. അതെ, ഉള്ള ഡേറ്റ സേവ് ചെയ്ത് വെക്കണം, കാരണം നമുക്ക് ഹിസ്റ്റോറിക്കൽ ഡേറ്റ എപ്പോഴും ആവശ്യമാണ്. പിന്നെ നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത് ഇംപ്രൂവ് ചെയ്യണം. പിന്നെ പാർട്ടീഷൻ ലാർജ് ടേബിൾസ്, അതായത് നമുക്ക് ദിസ് ഈസ് കട്ട് ബിഗ് ടേബിൾസ് ഡൗൺ ഇൻടു ഫിസിക്കലി സ്മോളർ വൺസ് പ്രോബബ്ലി ബൈ ഡേറ്റിന്റെ ബേസിലോ അല്ലെങ്കിൽ സൈസിന്റെ ബേസിലോ എങ്ങനെയാണ് നമ്മൾ വലിയ ടേബിളുകളെ ചെറിയ ടേബിളായിട്ട് പാർട്ടീഷൻ ചെയ്ത് കൊടുക്കുക. പിന്നെ കട്ട് ഔട്ട് എക്സ്ട്രേനിയസ് ഡേറ്റ, അതായത് ഇതിന്റെ ഒരു പെർഫോമൻസ് കൂട്ടാൻ വേണ്ടി നമുക്ക് ആവശ്യമില്ലാത്ത ഡേറ്റ. ടു ഇംപ്രൂവ് ദി ETL പെർഫോമൻസ് ഡിഫൈൻ എക്സാക്ട്ലി വിച്ച് ഡേറ്റ ഷുഡ് ബി പ്രോസസ്ഡ് ആൻഡ് ലീവ് ഇറലവന്റ് റോസ് കോളംസ് ഔട്ട്. ഇറലവന്റ് ആയിട്ടുള്ള ഡേറ്റയോ അതുപോലുള്ള കോളംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ കട്ട് ഓഫ് ചെയ്ത് വിടുക. പിന്നെ ക്യാഷ് ദി ഡേറ്റ. ക്യാഷ് ഡേറ്റ ജനറലി സ്പീഡ് അപ്പ് തിങ്സ് മെമ്മറി ആക്സസ് പെർഫോംസ് ഫാസ്റ്റർ ദാൻ ടു ഹാർഡ് ഡ്രൈവ്. അല്ലെ, ഇപ്പൊ നമ്മളാണെങ്കിൽ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ക്യാഷ് കിടക്കുന്നതിന് പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനോട് സ്പീഡ് കിട്ടത്തില്ലേ ഫോണിൽ എന്ന് പറഞ്ഞാല് ക്യാഷ് ഡേറ്റ മെമ്മറി ആക്സസ് വേഗത്തിലാകാൻ വേണ്ടി ഹാർഡ് ഡ്രൈവിൽ ചെയ്യുന്നേക്കാൾ നമുക്ക് അതിനെ വേണ്ടി ഡേറ്റ ക്യാഷിലുണ്ടെങ്കിൽ അതിനെ അങ്ങ് കളയുക. പിന്നെ പ്രോസസ് ദി പാരലൽ യൂസിങ് ഹാഡൂപ്പ്, അതായത് ഹാഡൂപ്പ് പോലുള്ള ടൂളുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് പ്രോസസ് ഇൻ പാരലൽ യൂസ് അല്ലെ ഒരേ സമയം. അപ്പൊ സീരിയസ്ലി പ്രോസസ് ചെയ്യുന്നതിന് പകരം പാരലി നമ്മൾ പ്രോസസ് ചെയ്ത് റിസോഴ്സസ് ഒപ്റ്റിമൈറ്റ് ചെയ്യാനാണ് പറയുന്നത്. പാരലല്ലാതാ പറയുന്നത്. സീരിയസ്ലി ഓപ്പൺ ചെയ്യുമ്പോൾ സീരിയസ് എന്ന് പറയും 1 by 1 ആയിട്ടല്ലേ ഓപ്പ് ചെയ്യത്തുള്ളൂ. പാരലി നമുക്ക് ഒരേപോലെ കൺകറന്റ് ആയിട്ട് വർക്ക് ചെയ്യത്തില്ലേ. അപ്പൊ അങ്ങനെ കൺകറന്റ് ആയിട്ട് വർക്ക് ചെയ്യുവാണെങ്കിൽ ഇത്രയൊക്കെ ചെയ്യുവാണെങ്കിൽ ഇതിന്റെ പെർഫോമൻസ് ETL ടൂളിന്റെ പെർഫോമൻസ് കൂട്ടാന്ന് പറയുന്നത്. അതായത് തടസ്സങ്ങളൊക്കെ നേരിടുക, ഹാർഡ്വെയർ ആവശ്യത്തിനുണ്ടോ, അല്ലെങ്കിൽ ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള റെക്കോർഡുകളുണ്ടോ. ഇനി ഒത്തിരി റെക്കോർഡുകളുണ്ട്, ലാർജ് ടേബിൾസ് ആണെങ്കിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് നോക്കുക. അതുപോലെ നമുക്ക് ഈ ലോഡ് ചെയ്യുമ്പോൾ ഉള്ള ഡേറ്റയിലോട്ട് വേറെ ഡേറ്റ ലോഡ് ചെയ്യുമ്പോൾ അത് ഫംഗ്ഷനിങ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ക്യാഷ് ഡേറ്റ അതുപോലെ പാരലലി അതിനെ പ്രോസസ് ചെയ്യുക. അതായത് ഹാർഡ് ഓഫ് ടൂൾസുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് പ്രോസസ് ചെയ്താൽ മതി, പാരലി പ്രോസസ്സിങ് നടക്കും. അതാണ് ETL പെർഫോമൻസിനെ കുറിച്ച് പറയുന്നത്. ഇനി അവിടെ ETL പ്രോസസ്സിനെ കുറിച്ച് ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. അതായത് ETL is the process of extracting data from one or more multiple sources and loading into target data warehouse. Since transforming data is in return, it takes advantage of target system to do data transformation. പിന്നെ ഈ ഡാറ്റ ട്രാൻസ്ഫോർമേഷനെ എക്സ്ട്രാക്ട് ലോഡ് ട്രാൻസ്ഫോർമേഷനെ പിന്നെയും പല പോയിന്റുകളാണ് പറയുന്നത്. ആ പോയിന്റ് ഒന്നുകൂടെ എക്സ്ട്രാക്ട് പറയുക. അതായത് എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞാല് എന്താണ്, ETL these steps work similarly in both ETL and ELT data management approaches. Raw streams of data from virtual infrastructure, software and applications are ingested either in their entirely or according to predefined rules. അതായത് നമുക്കിപ്പം എക്സ്ട്രാക്ട് പറഞ്ഞ ഡേറ്റ നമ്മളൊരു ക്ലൗഡ് പ്ലാറ്റ്ഫോമിൽ നിന്നോ XML പോലുള്ള ഒരു ഫയലിൽ നിന്നോ ഒക്കെ ആയിരിക്കും ഫുള്ളി ഇത് വലിച്ചെടുത്തോട്ട് വരുന്നത്. അവയാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആദ്യത്തെ ബിഗിനിങ്ങിൽ പറഞ്ഞത് SQL CRM അല്ലെങ്കിൽ ഓപ്പറേഷണൽ ഡാറ്റാബേസിൽ നിന്നോ എക്സൽ ഫയലിൽ നിന്നൊക്കെയല്ലേ ഡാറ്റ കൊണ്ടുവരുന്നത്. ആ പോയിന്റ് തന്നെ ഇവിടെ പിന്നെയും പറയുന്നുള്ളൂ, റെപ്പറ്റീഷൻ ആണ്. പിന്നെ ലോഡ് ചെയ്യാൻ വെച്ചാൽ ഡാറ്റ ചാർജസ് നമുക്കൊരു ടാർജറ്റ് സിസ്റ്റത്തിലോട്ടാണ് പ്ലേസ് ചെയ്ത് വെക്കുന്നു. പിന്നെ ട്രാൻസ്ഫോം മീൻസ് നമ്മളിപ്പോഴും പറഞ്ഞു, അതായത് ഡാറ്റ വെയർഹൗസ് or database source and normalize the data, keeping part of all on its hand, access by customized reporting. ആ ഡാറ്റ നമ്മൾ ടാർജറ്റ് സിസ്റ്റത്തിലേക്ക് ട്രാൻസ്ഫോം ചെയ്ത് വെക്കുന്നുണ്ട്. ആ ഒരു ഫിഗർ വെച്ചതാ പറഞ്ഞിരിക്കുന്നത്. അതായത് ഡാറ്റയെ ഡയറക്റ്റ് ആയിട്ട് സിസ്റ്റത്തിലോട്ട് ഡാറ്റ വെയർഹൗസിലോട്ട് ലോഡ് ചെയ്തിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നതാണ് ELT പ്രോസസ്സ് കൊണ്ട് പറയുന്നത്. ELT അതായത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ETL ആയിരുന്നു. ഇത് ELT എന്ന് പറയുമ്പോൾ എന്താണ്, എക്സ്ട്രാക്ട് ലോഡ് ആൻഡ് ട്രാൻസ്ഫോം അല്ലെ. രണ്ടും തമ്മിൽ ഡിഫറൻസ് ലാസ്റ്റ് കുറച്ച് പറയുന്നുണ്ട്.
എന്താ, അതായത് ചിലപ്പോൾ നമ്മുടെ ഡേറ്റയെ എക്സ്ട്രാക്ട്, ട്രാൻസ്ഫോം ആൻഡ് ലോഡ് ചെയ്യുന്നു. അത് ഇത്ര നേരം പറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ ELT, എക്സ്ട്രാക്ട്, ലോഡ് ആൻഡ് ട്രാൻസ്ഫോം. എക്സ്ട്രാക്ട് ചെയ്തതിനു ശേഷം ലോഡ് ചെയ്ത് വെച്ചിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നു. ആദ്യമേ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നു, അതായത് വേരിയസ് പ്ലാറ്റ്ഫോമിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്നു, എന്നിട്ട് അവയെ ടാർഗറ്റ് സിസ്റ്റത്തിൽ കൊണ്ട് പ്ലേസ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ലോഡിങ്. അതിനുശേഷം ട്രാൻസ്ഫോം ചെയ്യുന്നു. ട്രാൻസ്ഫോം മീൻസ് ഡേറ്റ ടാർഗറ്റ് സിസ്റ്റത്തിലേക്ക് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്നു. അതാണ് ആ ഒരു പ്രോസസ് കൊണ്ട് പറയുന്നത്. അപ്പം ട്രാൻസ്ഫോം ഓഫ് ഡേറ്റ ആഫ്റ്റർ അപ്ഡേറ്റിംഗ് ഇറ്റ് ഇൻ മോഡേൺ ക്ലൗഡ് എക്കോസിസ്റ്റം ഇസ് മോസ്റ്റ് എഫക്റ്റീവ്. അതായത് നമുക്ക് എങ്ങനെയൊക്കെ വൈ ഡു യു നീഡ് ELT, എന്തിനാണ് ELTയുടെ ആവശ്യം? ETLന്റെ ആവശ്യത്തിനെ കുറിച്ച് നമ്മൾ ഇത്ര നേരം പറഞ്ഞു. ELT, ലാർജ് എന്റർപ്രൈസസ് വിത്ത് വാസ്റ്റ് ഡേറ്റ വോളിയൂംസ്. വലിയ ഓർഗനൈസേഷനിലൊക്കെ ആണെങ്കിൽ ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ കാണും. ബിസിനസ് ദാറ്റ് കളക്ട് ഡേറ്റ ഫ്രം മൾട്ടിപ്പിൾ സോഴ്സ് സിസ്റ്റംസ് ഇൻ ടു ഡിസിമിലർ ഫോർമാറ്റ്. അതായത് ഈ ബിസിനസ്സുകളിലൊക്കെ ഡേറ്റയുടെ ഫോർമാറ്റുകളെല്ലാം മാറിയായിരിക്കും കിടക്കുന്നത്. അപ്പോൾ കമ്പനീസ് ദാറ്റ് റിക്വയർസ് ക്വിക്ക് ആൻഡ് ഫ്രീക്വന്റ് ആക്സസ് ടു ഇന്റഗ്രേറ്റഡ് ഡേറ്റ. കമ്പനിക്ക് ഇടയ്ക്ക് ആക്സസ് വേണ്ടി വരുമ്പോൾ കമ്പനീസ് ആർ റിക്വയർ ക്വിക്ക് ആൻഡ് ഫ്രീക്വന്റ് ആക്സസ് ഓർ ഇന്റഗ്രേറ്റഡ് ഡേറ്റ ആക്സസ് ചെയ്യേണ്ടി വരുമ്പോൾ ELT പ്രോസസ്സിലോട്ട് പോകാം. IT ഡിപ്പാർട്ട്മെന്റ്സോ അല്ലെങ്കിൽ തന്നെ ഡേറ്റ സയന്റിസ്റ്റ് റിലേ ഓൺ ബിസിനസ് ഇന്റലിജൻസ്. ബിസിനസ് ഇന്റലിജൻസിനെ ആശ്രയിക്കുന്ന ഡേറ്റ സയന്റിസ്റ്റുകൾ കാണും. പിന്നെ IT ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് ഡേറ്റ സ്റ്റീവാർഡ്സ് ഇൻട്രസ്റ്റ് ഇൻ ലോ മെയിൻറ്റെയിൻ സൊല്യൂഷൻസ്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേനുമാണ് ELT വർക്ക് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ETL ആൻഡ് ELT രണ്ട് ടേം ആണ്. ഒന്ന് ലോഡ് ചെയ്തതിനു ശേഷം ട്രാൻസ്ഫോം ചെയ്യുന്നു, മറ്റേ ട്രാൻസ്ഫോം ചെയ്തതിനു ശേഷം ലോഡ് ചെയ്യുന്നു. ഇനി അതിന്റെ ബെനിഫിറ്റ്സ് പറയുക. ELT പ്രോസസ് സേവ്സ് steps and time. Data is first loaded into the TARDIS ecosystem, such as data warehouse, and then transformed. Authorized users can securely access data without returning to source systems. No downloading is necessary. എന്തൊക്കെ സ്റ്റെപ്സ് അവിടെ പറയുന്നത് നമുക്ക് നോക്കാം. അതായത് ഫസ്റ്റ് വൺ പറയുന്നത് ബെറ്റർ റിസൾട്ട്സ് വിത്ത് മോർ എഫിഷ്യന്റ് എഫോർട്ട്. നമുക്ക് ബെറ്റർ റിസൾട്ട് കിട്ടണം. നമ്മൾ എങ്ങനെ എന്ത് വർക്ക് ചെയ്താൽ നമുക്ക് ബെറ്റർ റിസൾട്ട് കിട്ടണം. മോർ എഫിഷ്യന്റ് ആയിട്ട് എഫോർട്ട്, അല്ലെ നമ്മൾ നല്ല രീതിയിൽ എഫോർട്ട് കൊടുത്താൽ മാത്രമല്ലേ നമുക്ക് നല്ല രീതിയിൽ ബെറ്റർ എഫിഷ്യന്റ് റിസൾട്ട് കിട്ടത്തുള്ളൂ. ELT allows you to integrate and process large amount of data, both structured and unstructured, for multiple servers, and both raw data and cleansed data can be accessed with artificial intelligence, machine learning tools, in addition to SQL or NoSQL processing. അതായത് നമ്മളിങ്ങനെ ബെറ്റർ ആയിട്ട് എഫിഷ്യന്റ് ആയിട്ട് ഇത് വർക്ക് ചെയ്യണമെന്ന് പറയാൻ നമുക്ക് ഈ റോ ഡേറ്റയോ അല്ലെങ്കിൽ ക്ലെൻസ്ഡ് ഡേറ്റയോ എന്ത് ചെയ്യണം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മെഷീൻ ലേണിങ്ങും അങ്ങനെയുള്ള പുതിയ ടെക്നിക്കുകളും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ പ്രോസസ് ചെയ്യുന്നു. പിന്നെ ട്രാൻസ്ഫോം യുവർ ഡേറ്റ ട്രാൻസ്ഫർ. ELT ഡസ് നോട്ട് ഹാവ് ടു വെയിറ്റ്. അതൊരിക്കലും വെയിറ്റ് ചെയ്യത്തില്ല ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ. ട്രാൻസ്ഫോർമേഷൻ പ്രോസസ് ഹാപ്പൻസ് വെർ ദ ഡേറ്റ റിസൈഡ്സ്. ഡേറ്റ വന്നതിന് ശേഷം മാത്രമാണ് ഇത് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത്. സോ യു ക്യാൻ ആക്സസ് യുവർ ഡേറ്റ ഇൻ എ ഫ്യൂ സെക്കൻഡ്സ്. ഹ്യൂജ് ബെനിഫിറ്റ് വെൻ പ്രോസസിങ് ടൈം സെൻസിറ്റീവ് ഡേറ്റ. പിന്നെ കമ്പൈൻ ചെയ്യണം ഡേറ്റ ഫ്രം ഡിഫറെന്റ് സോഴ്സസ് ആൻഡ് ഫോർമാറ്റ്. പല ഫോർമാറ്റിൽ നിന്നും പല സോഴ്സസിൽ നിന്നും വരുന്ന ഡേറ്റയെ നമ്മൾ കമ്പൈൻ ചെയ്യുക എന്നുള്ളത് അതിന്റെ ബെനിഫിറ്റ്സ് ആണ്. പിന്നെ മാനേജ് ഡേറ്റ അറ്റ് സ്കെയിൽ, അതിന്റെ സ്കെയിലബിലിറ്റി മാനേജ് ചെയ്യുക. ELT can take advantage of native and process power greater than scalability. പിന്നെ സേവ് ടൈം ആൻഡ് മണി. നമുക്ക് സമയവും പൈസയും ഒക്കെ ലാഭിക്കാൻ പറ്റും. ELT reduces ടൈം ഡേറ്റ സ്പെൻഡ്സ് ഇൻ ട്രാൻസിറ്റ് and does not require an interim data system or additional remote sources to transfer data outside the cloud. അതായത് നമുക്ക് ഒരു ടൈം ഒക്കെ നമുക്കൊന്ന് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു മണി അതൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ELT സിസ്റ്റം കാണുന്നത്. അപ്പം ഇനി തമ്മിലുള്ള ഡിഫറൻസ് അവിടെ പറയുന്നുണ്ട്, ELT സിസ്റ്റവും ETL. അപ്പൊ നമുക്കിപ്പം ELT അതായത് ആ ഒരു ഫുൾ ഫോം വെച്ച് ELT, അതായത് എക്സ്ട്രാക്ട് ലോഡ് ട്രാൻസ്ഫോം. ആ സമയം നമ്മൾ ആദ്യം പഠിച്ചാണ് ETL, എക്സ്ട്രാക്ട് ട്രാൻസ്ഫോം ലോഡ്. അപ്പൊ തമ്മിലുള്ള വ്യത്യാസമുണ്ട്. എന്തായാലും എക്സ്ട്രാക്ട് ഒരുപോലെയാണ്, പലയിടത്തും ഡേറ്റ എടുക്കുന്നു, ട്രാൻസ്ഫോം ചെയ്ത് ലോഡ് ചെയ്യുന്നു. ഇതങ്ങനെയല്ല, ലോഡ് ചെയ്തതിന് ശേഷം ട്രാൻസ്ഫോം ചെയ്യും. അപ്പൊ ഇത് നമ്മൾ ഈ ഒരു രണ്ടോട് പറയുമ്പോൾ എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്, വെൻ ദി ട്രാൻസ്ഫോർമേഷൻ ഈസ് ഹാപ്പനിങ്, അല്ലെ എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷമാണോ ലോഡ് ചെയ്യുന്നത്, ഇനി ട്രാൻസ്ഫോം ചെയ്തതിന് ശേഷമാണോ ലോഡ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളല്ലേ വരുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ഇവിടെ കുറച്ച് കീ പോയിന്റ്സ് പറയുന്നത്. ലോഡ് ടൈം, ഇറ്റ് ടേക്സ് സിഗ്നിഫിക്കന്റ്ലി ലോങ്ങർ ടു ഗെറ്റ് ഡേറ്റ ഫ്രം സോഴ്സ് സിസ്റ്റംസ് ടു ദി ടാർഗറ്റ് സിസ്റ്റം വിത്ത് ETL. അതായത്
ETL ആണെങ്കിൽ ടാർഗറ്റ് സിസ്റ്റത്തിൽ സോഴ്സ് സിസ്റ്റത്തിൽ നിന്ന് ഡേറ്റ ലഭിക്കാൻ സമയമെടുക്കും. ETL ആണെങ്കിൽ, അതായത് ട്രാൻസ്ഫോം ലോഡിംഗ് ആണെങ്കിൽ എന്തായിരിക്കും, ടാർഗറ്റ് സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് സോഴ്സ് സിസ്റ്റത്തിലോട്ട്, അതായത് മെയിൻ സിസ്റ്റത്തിൽ നിന്ന് സോഴ്സ് സിസ്റ്റത്തിലോട്ട് ഡേറ്റ ലഭിക്കാൻ സമയം കിട്ടും. അതായത് ലോഡ് ടൈം എന്ന് പറയുന്നത്. പിന്നെ ട്രാൻസ്ഫോർമേഷൻ ടൈം, ELT performs data transformation on demand using the target system computing power, reducing wait times to transform. അതായത് ELT ടാർഗറ്റ് സിസ്റ്റം ഉപയോഗിച്ച് ആവശ്യാനുസരണം ഡേറ്റ ട്രാൻസ്ഫോം ചെയ്യുക. അപ്പോൾ കമ്പ്യൂട്ടർ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനുള്ള ടൈം കുറയ്ക്കും. അതാണ് ട്രാൻസ്ഫോർമേഷൻ ടൈമും കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ കോംപ്ലക്സിറ്റി, ETL tools typically have an easy to use graphical user interface that simplifies the process. ETL tools എപ്പോഴും ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആണെന്നുണ്ടെങ്കിൽ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് വേണമല്ലോ. അപ്പോൾ അവിടെ നമുക്ക് BI ടൂൾസുകൾ യൂസ് ചെയ്യാം, ബിസിനസ് ഇന്റലിജൻസ് ടൂൾസുകൾ യൂസ് ചെയ്യാം. ഇത് ഡോമോ, സെൻസ് എന്നൊക്കെ പറയുന്ന ടൂൾസുകൾ യൂസ് ചെയ്യാം. പിന്നെ ഡേറ്റ വെയർഹൗസ് സപ്പോർട്ട്, ETL ഈസ് ബെറ്റർ ഫിറ്റ് ഫോർ ലെഗസി ഓൺ പ്രിമിസസ് ഡേറ്റ വെയർഹൗസ് ആൻഡ് സ്ട്രക്ചർ ഡേറ്റ. അതായത് ഡേറ്റ വെയർഹൗസുകൾക്ക് ETL ടൂളുകൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓൺ പ്രിമിസസ്, ETL ഈസ് ഡിസൈൻഡ് ഫോർ ദി സ്കേലബിലിറ്റി ഓഫ് ദി ക്ലൗഡ്. അതായത് ELT ക്ലൗഡിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്, ക്ലൗഡിന് വേണ്ടിയാണ് ELT ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് പറയുന്നത്. പിന്നെ ലാസ്റ്റ് വൺ മെയിൻ്റെനൻസ് എന്ന് പറയുമ്പോൾ ETL requires significant maintenance for updating data into data warehouse. With ELT, data is analyzed always available in real time. ELT ആണെങ്കിൽ നമുക്ക് എപ്പോഴും ഡേറ്റ അവൈലബിൾ ആണ് റിയൽ ടൈമിൽ. ETL ആണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഡേറ്റയെ നമ്മൾ ഡേറ്റ വെയർഹൗസ് അപ്ഡേറ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. അപ്പൊ എങ്ങനെ ഇരുന്നാലും അപ്പൊ നിങ്ങൾ ഇതിന്റെ തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ഇവിടെ പഠിക്കുന്നത്. ജൂൺ 2023 ETLും ELTയും തമ്മിൽ ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ലാസ്റ്റ് വൺ പറഞ്ഞ 4.8.3 എന്ന് പറഞ്ഞ ആ ഹെഡിങ്ങിൽ പറയുന്ന വേഴ്സസ് ഡിഫറൻസ് ഇത് മാത്രം പോയിന്റ് ഔട്ട് ചെയ്യാതെ നമ്മൾ ഇന്ന് പഠിച്ചത് മുഴുവനും ആദ്യം തൊട്ടേ ETL പഠിച്ചു, അതിന്റെ ആവശ്യകത പഠിച്ചു, എങ്ങനെയാണ് ഡേറ്റ എക്സ്ട്രാക്ഷൻ ചെയ്യുന്നത് പഠിച്ചു, പിന്നെ ELT പഠിച്ചു. അപ്പൊ അതിനെ തമ്മിൽ കമ്പയർ ചെയ്തൊരു ബ്രീഫ് നോട്ടായിട്ട് പഠിച്ചു വെക്കാൻ എളുപ്പമായിരിക്കും. കാരണം ഈ പറഞ്ഞ പോയിന്റ്സ് എഴുതിയാൽ അധികം മാർക്ക് കിട്ടാനില്ല. അപ്പം ആദ്യത്തിനെ വെച്ച് തന്നെ, ആദ്യ നോട്ടുകൾ വെച്ച് തന്നെ നമുക്കത് പ്രിപ്പയർ ചെയ്ത് പോകണം. അപ്പൊ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ചാപ്റ്ററിന്. നോക്കിയിട്ട് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്, 5 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. ETL or ELT ചിലപ്പോൾ അതിന്റെ ഡിഫറൻസ് ആവാം, അല്ലെ ഡേറ്റ എക്സ്ട്രാക്ഷൻ ട്രാൻസാക്ഷൻ ലോഡിംഗ് എന്താണെന്ന് ചോദിക്കാം, അല്ലെ അതിന്റെ പല ലെയറുകളെ കുറിച്ച് ചോദിക്കാം. ഇത് പല ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ് യൂണിറ്റ്, അതായത് ബ്ലോക്ക് 2ലെ നെക്സ്റ്റ് യൂണിറ്റ് ആണ് യൂണിറ്റ് 5, ഇൻട്രൊഡക്ഷൻ ടു ഓൺലൈൻ അനലിറ്റിക്കൽ പ്രോസസിംഗ്. OLAP-നെ കുറിച്ച് പറയുന്നു. ഓൺലൈൻ അനലിറ്റിക്കൽ പ്രോസസിംഗ്, OLAP. Online analytical processing is the technology to analyze and process data from multiple sources at the same time. പല മൾട്ടിപ്പിൾ സോഴ്സിൽ നിന്നും ഒരേ സമയം നമ്മൾ ഡേറ്റയെ അനലൈസ് ചെയ്ത് പ്രോസസ് ചെയ്യുന്നതിനാണ് OLAP എന്ന് പറയുന്നത്. ഇറ്റ് ആക്സസ് ദി മൾട്ടിപ്പിൾ ഡേറ്റാബേസസ് അറ്റ് ദി സെയിം ടൈം. അല്ലെ, ഒരേ സമയം നമ്മൾ പല ഡേറ്റാബേസുകൾ ആക്സസ് ചെയ്യും, ഒരേ സമയം പല ഡേറ്റാബേസസുകൾ ആക്സസ് ചെയ്യുന്നുണ്ട്. അതാണ് OLAP-ന്റെ ഒരു മെയിൻ ഒരു ഒബ്ജക്റ്റീവ് പറയുന്നത്. നമ്മൾ ഈ OLAP-നെ കുറിച്ച് ആദ്യത്തെ യൂണിറ്റ് 1-ൽ പറഞ്ഞായിരുന്നല്ലോ. അവിടെ ഒന്ന് ജസ്റ്റ് റീഡ് ചെയ്ത് അവിടെ ആ OLAP-ഉം അതുപോലെ OLTP ആണ് ഇല്ലേ. അപ്പൊ ആ ഒരു പാരഗ്രാഫ്, അതായത് യൂണിറ്റ് 1-ല് പേജ് 12 നമ്മൾ പറഞ്ഞിട്ടുണ്ട് OLAP-നെ കുറിച്ച്. അപ്പൊ അതിനെ കുറിച്ച് നല്ലൊരു ഡീറ്റെയിൽഡ് വ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ഇനി പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുള്ളൂ. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പറഞ്ഞതാ OLAP-നെ കുറിച്ച്. അപ്പൊ OLAP-ന്റെ ക്യാരക്ടറിസ്റ്റിക്സേ ഞാൻ ഇനി പറയുന്നുള്ളൂ. ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞാൽ ഫാസ്റ്റ് ആണ്, അനലൈസിസ്, ഷെയർഡ്, മൾട്ടി ഡയമെൻഷണൽ ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻ. ഫാസ്റ്റ് നമുക്കറിയാം. OLAP ആക്ട് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ഡാറ്റ വെയർഹൗസ് ആൻഡ് ഫ്രണ്ട് എൻഡും ഡാറ്റ വെയർഹൗസും തമ്മിലുള്ള ഒരു ബ്രിഡ്ജ് ആയിട്ട് ആക്ട് ചെയ്യും. ഹെൻസ് ഹെൽപ്സ് ഇറ്റ് ഈസ് ബെറ്റർ ആക്സസിബിലിറ്റി ഓഫ് ഡാറ്റ യീൽഡിങ് ഫാസ്റ്റർ റിസൾട്ട്സ്. അതായത് നമുക്ക് പെട്ടെന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടാൻ പറ്റും. പിന്നെ അനലൈസിസ് മീൻസ് OLAP ഫെസിലിറ്റീസ് ഇന്ററാക്റ്റീവ് ക്വറി ഹാൻഡ്ലിംഗ് ആൻഡ് കോംപ്ലക്സ് അനലൈസിസ് ഫോർ ദി യൂസർ. അതായത് അനലൈസ് ചെയ്യാൻ വെരി ഈസിയാണ്. ഇത് നല്ലോണം ക്വറിയെ ഹാൻഡിൽ ചെയ്യും. നമ്മൾ ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും യൂസർ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കൊടുത്താലും ഈ ഒരു പ്രോസസ്സാണ്, അതിനുള്ള റിപ്ലൈ കിട്ടും. ഓൺലൈൻ അനലിറ്റിക്കൽ പ്രോസസ്സിംഗ് ആണ്. ഷെയർഡ്, അതായത് OLAP ഓപ്പറേഷൻസ് ഡ്രിൽ ഡൗൺ ആൻഡ് റോൾ അപ്പ്. അതായത് ഡ്രിൽ ഡൗൺ ആൻഡ് റോൾ അപ്പ് നമ്മൾ ഇനി മുന്നോട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ.
അന്നേരം പറയാം. പിന്നെ മൾട്ടി ഡയമെൻഷണൽ, ഒലാപ്പ് ഈസ് മൾട്ടി ഡയമെൻഷണൽ കൺസെപ്റ്റൽ വ്യൂ ആൻഡ് ആക്സസ് ഓഫ് ഡാറ്റ ഓഫ് ഡിഫറെന്റ് യൂസേഴ്സ് ആർ ഡിഫറെന്റ്. മൾട്ടി ഡയമെൻഷണൽ ആയിരിക്കും. നമുക്ക് സിംഗിൾ ഡയമെൻഷൻ മെട്രിക്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 ഡയമെൻഷൻ അല്ലേ, റോയും കോളം ആയിട്ടായിരിക്കും ഡാറ്റ നമ്മൾ ടാബുലാർ ഫോമിലായിരിക്കും എക്സലിലൊക്കെ സേവ് ചെയ്ത് വെക്കുന്നു. അതെല്ലാം മൾട്ടി ഡയമെൻഷൻ. മൾട്ടി ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഹൈപ്പർ ക്യൂബുകളും അതുപോലെ മെറ്റാ ക്യൂബുകളും ഒക്കെ ആയിട്ട് ഡാറ്റ സേവ് ചെയ്ത്, അതായത് പല മോർ ദാൻ 3 ഡയമെൻഷനിൽ കൂടുതൽ വരിക, 1, 2, 3 മൾട്ടി ഡയമെൻഷനിൽ നമുക്ക് ഡാറ്റ സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അതൊരു ഒലാപ്പിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആണ്. അതെന്താ നമുക്ക് അടുത്ത നോക്കി വരുന്നുണ്ട് പറയാം. പിന്നെ ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻസ്, OLAP has calculation box for complex queries and data. It does data visualization tool, graphs and data. അതായത് ഡേറ്റ ഇൻഫോർമേഷൻ ഒക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും അതുപോലെ വിഷ്വലൈസ് ചെയ്യാനും അത് ഗ്രാഫോ ചാർട്ടോ ഒക്കെ വെച്ച് വിഷ്വലൈസ് ചെയ്യാനൊക്കെ ഭയങ്കരമായിട്ടും ഒലാപ്പ് ടൂളുകൾ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അത്രയേ ഉള്ളൂ. ഒലാപ്പ് ആൻഡ് മൾട്ടി ഡയമെൻഷൻ അനലൈസിസ്, അതായത് മൾട്ടി ഡയമെൻഷൻ ലോജിക്കൽ ഡാറ്റ മോഡലിംഗ് ആൻഡ് യൂസേഴ്സ്. എന്തൊക്കെയാണ് മൾട്ടി ഡയമെൻഷൻ ലോജിക്കൽ ഡാറ്റ മോഡലിംഗ് എന്ന് പറയുന്നത്? ഡിഫറെന്റ് വ്യൂസ് ആൻഡ് പെർസ്പെക്റ്റീവ്സ് ഓഫ് ഡാറ്റ ഫ്രം ഡിഫറെന്റ് ആംഗിൾസ്. അതായത് നമുക്ക് ബിസിനസ് യൂസേഴ്സ് ഹാവ് എ ഡയമെൻഷൻ ആൻഡ് ലോജിക്കൽ വ്യൂ ഓഫ് ഡാറ്റ ഇൻ ദി ഡാറ്റ വെയർഹൗസ്. അതായത് എന്താ പറയുക, വ്യത്യസ്ത ആംഗിളിൽ നിന്നുള്ള ഡാറ്റയിലേക്ക് നമുക്ക് ഡിഫറെന്റ് വ്യൂസ് കൊടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ റോയും കോളമായിട്ടാണ് ഡേറ്റ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ആ റോ വൈസ് കോളം വൈസ് ഡേറ്റ നോക്കി പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതല്ല മൾട്ടി ഡയമെൻഷനിൽ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഇപ്പൊ പല ആംഗിളിൽ നിന്നുകൊണ്ടുള്ള ഡേറ്റ വരുമ്പോൾ ഡിഫറെന്റ് വ്യൂസ് ആയിരിക്കും അതിന് വരുന്നത്. അത് എക്സാമ്പിൾ വെച്ച് പറയുന്നുണ്ട്. ദെൻ മൾട്ടി ഡയമെൻഷണൽ കൺസെപ്റ്റൽ വ്യൂ, അതുപോലെ തന്നെ സെയിം ആണ്. ഹാവ് എ ഡയമെൻഷൻ ആൻഡ് ലോജിക്കൽ വ്യൂ ഓഫ് ഡാറ്റ. മൾട്ടി ഡയമെൻഷണൽ മോഡലിംഗ് ക്രിയേറ്റ്സ് എൻവയോൺമെന്റ് ഫോർ മൾട്ടി യൂസർ. അതായത് since the OLAP techniques has shared OLAP and database operation containing retrieval, update, adequacy, control, integrity and security can be easily performed. എന്ന് പറഞ്ഞാല് OLAP ടെക്നിക്സ് ഷെയർഡ് ആയതിനാൽ, ഓൺലൈൻ അനലിറ്റിക് പ്രോസസ് ഷെയർഡ് ആയതിനാൽ അപ്ഡേറ്റോ റിട്രീവലോ ഇന്റഗ്രിറ്റിയോ സെക്യൂരിറ്റി ഇതെല്ലാം OLAP ഡാറ്റാബേസിലെ പ്രവർത്തനങ്ങൾ ഈസി ആക്കാനേ പറ്റത്തുള്ളൂ. അതൊക്കെ അതിന്റെ ഒരു എങ്ങനെയാണ് ഈ മോഡൽ വർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് ഡീപ്പായിട്ട് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഫിഗറിനകത്ത് ഷോൺ ദാറ്റ് ഡയമെൻഷൻ ടൈം, റീജിയൻ ആൻഡ് പ്രോഡക്ട്സ് ഓഫ് കമ്പനി ക്യാൻ ബി ലോജിക്കലി സേവ്ഡ് ഇൻ എ ക്യൂബ്. അതായത് ആ ഫിഗർ നോക്കിയാൽ മതി. ഫിഗറിനകത്ത് 3 ഡയമെൻഷൻ പറഞ്ഞിട്ടുണ്ട്: ടൈം, റീജിയൻ ആൻഡ് പ്രോഡക്ട്സ്. അതൊരു ക്യൂബ് ഫോമിലാണ് കൊടുത്തിരിക്കുന്നത്. ദി ക്രോസ് ടാബുലർ ഫോം ഇൻ വെരി ക്വാർട്ടർ പ്രോഡക്ട്സ് ക്വാണ്ടിറ്റി ഷോൺ. ഇത് ഫിഗർ ഒന്ന് ശ്രദ്ധിച്ച്, പ്രോഡക്റ്റ്, ടൈം, റിലീജിയൻ അല്ല റീജിയൻ, അങ്ങനെ 3 ടേബിൾ കൊടുത്തിട്ടുണ്ട്. 3 ഡയമെൻഷൻ ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഒരു ക്യൂബ് റെപ്രസെന്റേഷൻ കൊടുത്തിരിക്കുന്നത്. Figure 1, products, time and region. These dimensions can be combined into cubes, and you can imagine what 2 dimensions would look like by using a spreadsheet metaphor with the time dimension as the column and product dimension as the rows. If we add data to the views such as units sold, that would be measures. Measures can be any quantity such as revenue, expenses, unit statistics, or any text or numerical value. Then നമുക്കിപ്പോ ഒരു ക്യൂബ് ഫോമിലാണ് ആ ഡേറ്റ കൊടുത്തിരിക്കുന്നത്. അതായത് ഡേറ്റ ക്യൂബ് എന്ന് കിട്ടുന്നത് എന്ന് പറഞ്ഞാല്, if you consider adding a 3rd dimension region, അതായത് നമുക്കിപ്പം നമ്മൾ സാധാരണ ഡേറ്റ കൊടുക്കുവാണെങ്കിൽ 1 ഡയമെൻഷനിലെ 2 ഡയമെൻഷനിലെ ഡേറ്റ കൊടുക്കുന്നത് റോയും കോളവുമായിട്ട്. പക്ഷെ നമ്മൾ 3rd ഡയമെൻഷൻ റീജിയൻ കൂടി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ അഡീഷണൽ സ്പ്രെഡ്ഷീറ്റുകൾ യൂസ് ചെയ്ത് ചെയ്യാനാകുമെന്ന് നമുക്ക് ഇമാജിൻ ചെയ്യുക. നമ്മൾ അവിടെ അഡീഷണൽ ആയിട്ട് ഒരു റീജിയൻ കൂടി കൊടുക്കാൻ നമ്മൾ ഇമാജിൻ ചെയ്യുക. ബട്ട് OLAP ക്യൂബുകൾ 3 ഡയമെൻഷനിലും ഒറ്റ ഡേറ്റ സെറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതാണ് അതിന്റെ ഒരു മെയിൻ, ക്യൂബുകളായിട്ട്
എല്ലാ ക്യൂബുകളായിട്ട്. അതുമൂലം ഏത് ആംഗിൾസ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഡേറ്റയെ വ്യൂ ചെയ്യാൻ പറ്റുന്നതാണ് ആ ഒരു പാരഗ്രാഫ് അതാ പറയുന്നത്. അതായത് നമുക്കിപ്പം റീജിയന്, പ്രോഡക്റ്റ്, ടൈം ഇങ്ങനെ 3 ഡയമെൻഷൻ ടേബിൾസ് ഉണ്ട്. ഡയമെൻഷൻ ടേബിൾ നമ്മൾ കഴിഞ്ഞ പറഞ്ഞല്ലേ. അപ്പം ആ 3 നിന്നോട് നമുക്ക് എങ്ങനെ ഡേറ്റയെ നമുക്ക് ഒരു ഡേറ്റ സെറ്റ് നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ഡേറ്റ ക്യൂബിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് ഡേറ്റ ക്യൂബ് എന്താണെന്ന് ഞാൻ ആദ്യമേ പറയാം. ഇപ്പൊ ഡേറ്റ ക്യൂബിനെ കുറിച്ച് പറയുന്നത്, മൾട്ടി ഡയമെൻഷണൽ മോഡലില് ഡേറ്റ ക്യൂബ്സ് ഫോമിലാണ് യൂസ് ചെയ്യുന്നത്. മൾട്ടി ഡയമെൻഷണൽ മോഡലില് നമുക്ക് റോയിങ് കോളവും അല്ല, മൾട്ടി ഡയമെൻഷൻ, അതായത് 2 കൂടുതൽ ഡയമെൻഷൻസ് വരുമ്പോൾ ഡേറ്റയെ ക്യൂബായിട്ട് റെപ്രസെന്റ് ചെയ്യും. അതായത് മൾട്ടി ഡയമെൻഷണൽ ഡേറ്റയെ നമ്മള് മൾട്ടി ഡയമെൻഷൻ ആയിട്ട് ഡേറ്റയെ വ്യൂ ചെയ്യുക, ഡേറ്റ ക്യൂബുകളായിട്ട്. ഫാക്ട്സ് ആൻഡ് ഡയമെൻഷൻ നമ്മൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, സ്കീമ പറഞ്ഞു ഫാക്റ്റും ഡയമെൻഷൻ എന്താന്ന് പറഞ്ഞു. ഫാക്റ്റും ഡയമെൻഷൻസുമായിട്ട് നമ്മൾ ഡേറ്റയെ വ്യൂ ചെയ്യുക. അതായത് ഒരു നോർമൽ ഡേറ്റാബേസിനെ മാക്സിമം 2 ഡയമെൻഷൻ കാണും. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന നോർമൽ ഡേറ്റാബേസിന് 2 ഡയമെൻഷൻ കാണും, റോയും കോളവും. അപ്പം അതായത് ഫാക്ട്സ് ആൻഡ് ഡയമെൻഷൻസ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് ടേബിളുകൾ ക്രിയേറ്റ് ചെയ്ത് പോവുക. അതായത് ഡേറ്റ ക്യൂബ്സ് എന്ന് പറയുമ്പോൾ ഒരു 3D വ്യൂ കിട്ടുക, 3D വ്യൂ. ഇപ്പൊ ഫാക്ട് എന്ന് പറഞ്ഞാലും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലേ ഫാക്റ്റും ഡയമെൻഷനും. ഫാക്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ട്രാൻസാക്ഷൻ ഡേറ്റ ആയിരിക്കും അവിടെ കൊടുക്കുന്നത്. അതായത് വാല്യൂ റെഡി, ഇപ്പൊ ഓർഡർ നമ്പർ, സ്റ്റുഡന്റ് ID, അല്ലെ ടിക്കറ്റ് നമ്പർ, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ID, അങ്ങനെ ആയിരിക്കും ഫാക്ട് ടേബിൾ കൊടുക്കുന്നത്. ഇനി ഡയമെൻഷൻ ടേബിൾ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് ഡിസ്ക്രൈബ് ചെയ്തായിരിക്കും കൊടുക്കുന്നത്. അതായത് ഇപ്പം ഈ നമ്പർ, ഇപ്പൊ ഞാൻ എന്റെ യൂസ് ചെയ്ത ഒരു ടിക്കറ്റ് നമ്പർ യൂസ് ചെയ്തോണ്ടോ അല്ലെങ്കിൽ ഒരു ഓർഡർ നമ്പർ യൂസ് ചെയ്തോണ്ടോ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മീനിങ് ഫുൾ ആയിട്ടുള്ള ഡേറ്റ ആയിരിക്കുമല്ലോ ഡയമെൻഷൻ ടേബിളിൽ വരുന്നത്. ഞാനിപ്പോൾ ഒരു ഓൺലൈൻ ടിക്കറ്റ് എടുത്തെങ്കിൽ ടിക്കറ്റ് ID ഫാക്ട് ടേബിളിലും ടിക്കറ്റിനെ സംബന്ധിച്ചുള്ള ബാക്കി സപ്പോർട്ട് ചെയ്യുന്ന ഡീറ്റെയിൽസ് ഡയമെൻഷൻ ടേബിളിലും ആയിരിക്കും. അതാണ് നമ്മളുടെ വ്യത്യാസം. അപ്പൊ നമ്മളൊരു 3D വ്യൂവിലോട്ട് പോകും. ഈ ഫാക്ട് ടേബിളിലെ എല്ലാത്തിനെയും നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഡയമെൻഷൻ ടേബിളിൽ തന്നെ ആയിരിക്കും. ഫാക്ട് ടേബിളിൽ അതിന്റെ ഐഡികൾ മാത്രമേ കാണൂ, അതായത് ക്വാണ്ടിറ്റേറ്റീവ് ട്രാൻസാക്ഷൻ ഡേറ്റ മാത്രമേ ഫാക്ട് ടേബിളിൽ കാണത്തുള്ളൂ. അപ്പൊ ഫാക്ട് ടേബിളും ഡയമെൻഷൻ ടേബിളും വെച്ചുകൊണ്ട് ഡേറ്റയെ റിപ്രസെന്റ് ചെയ്യുന്ന 3D വ്യൂ ആണ് ഡേറ്റ ക്യൂബ്സ് നോക്കുക. ഡേറ്റ ക്യൂബ്സ് അതായത് മൾട്ടി ഡയമെൻഷണൽ ഡേറ്റയെ നമ്മൾ വ്യൂ ചെയ്ത് വെക്കുക. മൾട്ടി ഡയമെൻഷണൽ മോഡൽ ഓഫ് ഡേറ്റയെ വ്യൂ ചെയ്യുന്നതാണ് ഡേറ്റ ക്യൂബ്സ്. അപ്പൊ ഡേറ്റ ക്യൂബ്സുകളായിട്ടാണ് നമുക്ക് ഡേറ്റയെ വ്യൂ ചെയ്യുമ്പോഴാണ് അവിടെ 3 റീജിയൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വ്യൂ ചെയ്ത് നോക്കുക. ഇനി മൾട്ടി ഡയമെൻഷണൽ സ്ട്രക്ചർ. ഇൻ മൾട്ടി ഡയമെൻഷണൽ വ്യൂ there are dimensions. അത് അവിടെ തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതേ ഉള്ളൂ. എക്സാമ്പിൾ ഞാൻ വായിക്കാം. 5.4.2 ഒന്നുകൂടി എക്സാമ്പിൾ പറയുന്നുണ്ട്. ലെറ്റ് us use an grocery database is an example of cells fact table on which multiple dimensions, one of the dimensions is the product dimension and other in the product dimension. We can find naturally the following hierarchy. അതായത് ഒരു ഗ്രോസറി ഡേറ്റാബേസ് എടുക്കുകയാണെങ്കിൽ അവിടെ ഫാക്ട് ടേബിളും കാണും, അതുപോലെ പ്രോഡക്റ്റിനായിട്ട് ഡയമെൻഷൻസും കാണും അല്ലെ. പ്രോഡക്റ്റ് ഡയമെൻഷൻ എന്ന് പറയുന്നത് പല പല പ്രോഡക്റ്റുകൾ കാണും. The database has been organized into multiple dimensions such as each level of dimension contains multiple level of abstraction, concept of hierarchy. It provides flexibility of view data from different angles. അതായത് ഒരു ഗ്രോസറി ഷോപ്പ് എടുക്കുകയാണെങ്കിൽ, പലചരക്കട എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഫാക്ട് ടേബിളില് അതിനകത്തുള്ള എല്ലാത്തിന്റെയും പ്രോഡക്റ്റിന്റെ ഐഡികളായിരിക്കും കാണുന്നത്. ഇപ്പൊ ഞാൻ അവിടെ നിന്നുകൊണ്ട് ഒരു ഐറ്റത്തിന്റെ ID, ഏതെങ്കിലും ഒരു ഐറ്റത്തിന്റെ ഐഡിയെ എടുക്കുകയാണെങ്കിൽ ആ ഐഡിയെ സപ്പോർട്ട് ചെയ്യുന്ന ആ എലമെന്റ്സുകൾ ഏതൊക്കെയാണ് അത് ഡയമെൻഷൻ ടേബിളിലായിരിക്കും വരുന്നത്. അങ്ങനെയായിരിക്കും അവിടെ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് ഒരു സോഫ്റ്റ്വെയർ ആക്കി വെച്ചിരിക്കുന്നത്. അതായത് ഒരു പ്രോഡക്റ്റിന്റെ ഒരു ഹയറാർക്കി എന്ന് പറഞ്ഞാല് അത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് ആദ്യമേ നോക്കുകയും, ഡിപ്പാർട്ട്മെന്റിന് ശേഷം അതിന്റെ കാറ്റഗറി നോക്കുകയും, അതിനുശേഷം അതിന്റെ സബ് കാറ്റഗറി നോക്കും, പിന്നെ അത് ഏത് ബ്രാൻഡിൽ വരുന്ന ഏത് പ്രോഡക്റ്റ് ആണ്, അങ്ങനെ ഒരു ലൈൻ കൊടുത്തിരുന്നതല്ല. നിങ്ങൾ ഓർത്താൽ നമ്മളിപ്പോ പഠിക്കുന്നത്, നിങ്ങളുടെ ഇഗ്നോയുടെ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങളാണ് ഏറ്റവും വലിയ, നിങ്ങളുടെ ഇപ്പൊ യൂണിവേഴ്സിറ്റി നിൽക്കുന്ന ഏറ്റവും ഹയറാർക്കി നിൽക്കുന്ന ടോപ്പിൽ നിൽക്കുന്ന ഇഗ്നോയുടെ തൊട്ട് താഴെ നിങ്ങൾ നോക്കുന്നത് നിങ്ങൾ ഏത് കോഴ്സാണ് പഠിക്കുന്നത് അല്ലെ, ഏത് കോഴ്സ്, ഇപ്പൊ BC ആണോ MC ആണോ, അതാണെങ്കിൽ പിന്നെ അതിന് സബ് കാറ്റഗറി വരുന്നത് നിങ്ങൾ അത് ഫസ്റ്റ് ഇയർ ആണോ സെക്കൻഡ് സെം ആണോ ഏത് ഇയർ ആണോ, പിന്നെ വരുന്നത് നിങ്ങൾ അത് ഏത് സബ്ജക്റ്റ് ആണ് വരുന്നത്, ആ സബ്ജക്റ്റിലെ ഇന്നത്തെ ക്ലാസ് ഏതാണ് വരുന്നത്, അങ്ങനെ ഒരു ഹയറാർക്കി ലെവലിൽ പോകുന്നു. ഓക്കെ, അപ്പൊ ഈ മൾട്ടി ഡയമെൻഷണൽ ഓപ്പറേഷൻസ് എങ്ങനെയൊക്കെ നടക്കാം.
എന്ന് പറയും. മൾട്ടി ഡയമെൻഷണൽ ഓപ്പറേഷൻസ് ഇപ്പോൾ ഡേറ്റ ക്യൂബ്സ് ആണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. മൾട്ടി ഡയമെൻഷണൽ ഓപ്പറേഷൻസ് എങ്ങനെയൊക്കെ നടക്കാന്ന് വെച്ചാൽ ഓൺലൈൻ അനലിറ്റിക്കൽ പ്രോസസ്സിംഗിൽ 4 ടൈപ്സ് ആയിട്ടാണ് നടക്കുന്നത്. റോൾ അപ്പ്, ഡ്രിൽ ഡൗൺ, സ്ലൈസ് ആൻഡ് ഡൈസ് ആൻഡ് പിവോട്ട്. പിവോട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? പിവോട്ട് ടേബിളുകൾ കേട്ടിട്ടില്ലേ എക്സലിനകത്ത്? അതായത് ഡേറ്റയെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് മൾട്ടിപ്പിൾ ഡയമെൻഷൻസിലായിരിക്കും. ഓരോ ഡയമെൻഷൻസിലും മൾട്ടിപ്പിൾ ലെവൽസ് കാണും. അതാണ് ഈ ഹൈറാർക്കി കൊണ്ട് പറയുന്നത്. അപ്പൊ ഇനിയിപ്പോ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഒരു സ്റ്റുഡന്റിന്റെ ഇപ്പൊ നിങ്ങളുടെ ഒരാളുടെ പേരെടുത്താല് അതിന് തൊട്ട് മുകളിൽ നിൽക്കുന്നത് ഇന്ന് ഏത് ക്ലാസ്സിലാണ് അറ്റൻഡ് ചെയ്യുന്നത്, അതിന്റെ സബ്ജക്ട്, അത് ഏത് സെമ്മാണ്, അത് ഏത് സെമ്മാണ്, അതായത് ഫസ്റ്റ് ഇയർ ആണ്, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ ആണെന്ന് വരുന്നു. പിന്നെ അത് ഏത് കോഴ്സാണ്, പിന്നെ അത് ഏത് യൂണിവേഴ്സിറ്റിയാണ്, അങ്ങനെയല്ലേ പോകുന്നേ. അപ്പൊ ആ ഒരു ഇതിലാ പറഞ്ഞത്. അപ്പൊ നമുക്കിവിടെ റോളപ്പ്, ഡ്രിൽ ഡൗൺ, സ്ലൈസ് ആൻഡ് ഡൈസ്, പിവോട്ട്, ഇങ്ങനെ 4 രീതിയിൽ നമുക്ക് ഒലാപ്പ് ഓപ്പറേഷൻസ് ചെയ്യാന്ന് പറയുന്നത് ഓൺലൈൻ അനലിറ്റിക്കൽ പ്രോസസ്സിംഗ്. അപ്പൊ ഫസ്റ്റ് വൺ പറയുന്നത് കൺസെപ്റ്റ് ഓഫ് ഹൈറാർക്കി ഇൻ എ ടൈം ഡയമെൻഷൻ. ഒരു ടൈമിന് ഡയമെൻഷൻ അവിടെ പറയുന്നുണ്ട്. ഇയർ, ക്വാർട്ടർ, മന്ത്, വീക്ക്, ഡെയിലി. ഉണ്ടോ? ഏത് വർഷം, അത് ക്വാർട്ടർലി. അപ്പൊ ഫസ്റ്റ് സെമസ്റ്റർ ആണ്, സെക്കൻഡ് സെമസ്റ്റർ ആണ്, മന്ത് ഏത് മാസം, വീക്ക് ഏതാഴ്ച, ഡെയിലി ഉണ്ട് അല്ലെ? അങ്ങനെയായിരിക്കും ഹൈറാർക്കി പറയുന്നത്. അപ്പൊ നമുക്കിവിടെ എങ്ങനെയാണ് ഈ റോളപ്പ്, അതുപോലെ സ്ലൈസ്, ഡൈസ്, ഡ്രിൽ ഡൗൺ ഒക്കെ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു ഫിഗർ ഒക്കെ കണ്ടില്ലേ നോട്ടിനകത്ത്? ഫിഗർ ഒന്ന് നോക്കിക്കേ. നമുക്ക് കുറെ ചതുരക്കെട്ടുകൾ കാണാം അല്ലെ? ക്യൂബ് പോലെ. അതിനെയാണ് ക്യൂബ് എന്ന് പറയുന്നത്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി ശ്രദ്ധിച്ചിരുന്നാൽ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. റോളപ്പ്, it is an OLAP operation to move from low level of concept hierarchy to higher level known as aggregation. It can be performed by reducing the dimension aspect. റോൾ അപ്പ് എന്ന് പറഞ്ഞാല് ഡേറ്റയെ സമ്മറൈസ് ചെയ്യുക, അതായത് അഗ്രിഗേഷൻ നടത്തുക. അതായത് അഗ്രിഗേഷൻ മീൻസ് സമ്മറൈസ് ചെയ്യുക, അതായത് ഡേറ്റയെ ഒന്ന് ഒതുക്കി വെക്കുക. നമ്മുടെ ഭാഷ പറഞ്ഞ ഒന്ന് ഒതുക്കി വെക്കുക എന്നാണ് റോൾ അപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് അതിനെ ഡ്രിൽ അപ്പ് എന്ന് വേണേലും പറയാം. റോൾ അപ്പ് ഓർ ഡ്രിൽ അപ്പ്. അതായത് ഡയമെൻഷൻസ് കുറയ്ക്കുക, റെഡ്യൂസിങ് ദി ഡയമെൻഷൻസ് ആസ് വെൽ. ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡയമെൻഷൻ ടേബിളുകളുടെ എണ്ണം കുറച്ചുകൊണ്ട് ഡേറ്റയെ സമ്മറൈസ് ചെയ്ത് വെക്കുകയാണ് റോൾ അപ്പ് ആക്ഷൻ ചെയ്യുന്നത്. ഒരു ഒലാപ്പ് ഓപ്പറേഷൻ ആണ്. ഇപ്പൊ നമുക്ക് അത് പെട്ടെന്ന് മനസ്സിലാകുന്ന ക്ലൈംബിങ് അപ്പ് എന്ന് വേണേൽ പറയാം. അതായത് ഒരു ലൊക്കേഷൻ എങ്ങനെ റോളപ്പ് ചെയ്യാന്ന് ചോദിച്ചാൽ എങ്ങനെ ചെയ്യാം? ഒരു ലൊക്കേഷൻ നമ്മൾ എങ്ങനെ റോളപ്പ് ചെയ്യും, അല്ലെ ഡ്രില്ലപ്പ് ചെയ്യാന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് ലൊക്കേഷനെ സമ്മറൈസ് ചെയ്യുന്നത്? നമ്മളിപ്പം കേരളം എന്ന് കൊടുത്താൽ കേരളത്തിനകത്ത് ഇപ്പം ഞാൻ തിരുവനന്തപുരം തൊട്ട് കോട്ടയം വരെ, അല്ല അങ്ങ് കാസർഗോഡ് വരെയുള്ള ജില്ലകളെല്ലാം അങ്ങ് കൊടുത്തു നോക്കുക. പക്ഷെ നമ്മൾ നാഷണൽ ലെവലിൽ പോകുമ്പോൾ നമ്മൾ കേരളം എന്ന് മാത്രമല്ല എടുക്കുന്നത്. അതായത് പല പല സിറ്റികളെ നമ്മൾ കൺട്രി ആക്കി വെക്കുക. അതായത് സിറ്റികളിലെ എല്ലാം കൂടെ ഇപ്പം നമ്മളിപ്പോ കാനഡ നിൽക്കുവാണെങ്കിൽ നമ്മൾ എന്ത് പറയും? നമ്മൾ ഇന്ത്യ എന്നുള്ള കൺട്രിയിലെ ആണെന്നേ പറയുന്നത് അല്ലേ? പക്ഷെ ഇന്ത്യ വന്നു കഴിയുമ്പോൾ നമ്മൾ പറയും വേണേ കേരളത്തിലാണ്. കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും ഇന്ന ജില്ലയാന്ന് പറയും, ഇന്ന ജില്ല വന്നു കഴിയുമ്പോൾ ഇന്ന പ്ലേസ് ആന്ന് പറയും. പക്ഷെ നമ്മളപ്പം കാനഡ നിൽക്കുവാണെങ്കിൽ നമ്മൾ എന്ത് പറയണം? ഡേറ്റയെ സമ്മറൈസ് ചെയ്ത് ഇന്ത്യ എന്ന് പറയുന്നത്. ഫ്രം സിറ്റീസ് ടു ലൊക്കേഷൻ നമ്മൾ സമ്മറൈസ് ചെയ്യാന്ന് പറഞ്ഞാല് സിറ്റികളെ നമ്മൾ കൺട്രി ആക്കി പറയുക. ആ ഒരു രീതിയിലോട്ട് നമ്മൾ ഡേറ്റയെ ഒന്ന് ക്ലൈംബ് അപ്പ് ചെയ്യുന്നതിനാണ് റോൾ അപ്പ് ഓർ ഡ്രിൽ അപ്പ് എന്ന് പറയുന്നത്. അതായത് സമ്മറൈസ് ചെയ്യുകയാണ് ഡയമെൻഷൻസ് കുറയ്ക്കുന്ന ഒരു പ്രോസസ്സ്. ഫോർ എക്സാമ്പിൾ, shown multi-dimensional cube containing the products of home appliances like laptop, furniture, mobile, kitchen appliances. If the manager wants to use sales of the particular quarterly, so all the products quarterly, roll-up operation can be performed by these categories. In this aggregation process, hierarchy moves up and become home appliances electronics. അതായത് നമുക്ക് ഇവിടെ ഇപ്പം ക്വാർട്ടർലി, ക്വാർട്ടർ 1, Q1, Q2, Q3, Q4 എന്ന ഫിഗറിൽ കണ്ടോ? അതായത് ക്വാർട്ടർലി, അത് ക്വാർട്ടർ Q1, Q2, Q3, Q4, അതായത് ഏത് ക്വാർട്ടർലി വരുന്നു. പിന്നെ എന്തൊക്കെ കാറ്റഗറിയിൽ എവിടെ ഉണ്ട്? മൊബൈൽ ഉണ്ട്, കിച്ചൺ അപ്ലയൻസസ് ഉണ്ട്, ഫർണിച്ചർ ഉണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്. ഇനി അതിന്റെ സ്റ്റോക്ക് ഉണ്ട്, എമൗണ്ട് ഉണ്ട്, ഓർഡർ ഉണ്ട്, സെയിൽ ക്വാളിറ്റി ഉണ്ട്. പക്ഷെ ഇതെല്ലാം കൂടെ ഇങ്ങനെ പല ടേബിളുകളിൽ നിന്നും നമ്മൾ ഒറ്റ ഒരു അല്ലെങ്കിൽ അതിന്റെ ഡേറ്റ എല്ലാം കൂടെ സമ്മറൈസ് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഇത് റോൾ അപ്പ് എന്ന് പറയുന്നത്. അതായത് ആ ക്വാർട്ടർ 1, ക്വാർട്ടർ 2, ക്വാർട്ടർ 3, ക്വാർട്ടർ 4 റോൾ അപ്പ് ചെയ്യുമ്പോൾ അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷെ നോക്കിയേ,
ഹോം അപ്ലയൻസസിനെല്ലാം കൂടെ ഒരു ഹോം അപ്ലയൻസ് ഇപ്പൊ മൊബൈലിന്റെ തന്നെയാണ് നമുക്ക് അതിൽ നിന്ന് യൂസ് ചെയ്തെടുക്കാം, ലാപ്ടോപ്പ്. ഇപ്പൊ റോളപ്പ് ചെയ്തപ്പോഴത്തേക്കും എന്ത് ചെയ്തു, ഹോം അപ്ലയൻസസ് ഇലക്ട്രോണിക്സ് എന്നൊറ്റ ഒരു പേര് കൊടുത്താൽ നമ്മൾ Q1 സ്റ്റോക്ക് വേണം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ ഫിഗർ നോക്കിയാലേ മനസ്സിലാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ Q2 ഓർഡർ ഏതാന്ന് നമുക്ക്, ഹോം അപ്ലയൻസസിന്റെ ഓർഡർ ഏതാന്ന് ആർക്ക് ഇപ്പം വ്യൂ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റയിൽ നിന്നുകൊണ്ട് ഡയമെൻഷൻസ് കുറച്ചുകൊണ്ട് ഡേറ്റയെ സമ്മറൈസ് ചെയ്ത് കാണിക്കുന്നതിനാണ് റോൾ അപ്പ് എന്ന് പറയുന്നത്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഡ്രിൽ ഡൗൺ ഓർ റോൾ ഡൗൺ എന്ന് പറയാം. അതായത് സ്റ്റെപ്പിംഗ് ഡൗൺ ആണ്. നമ്മൾ സ്റ്റെപ്പിംഗ് ഡൗൺ എന്ന് ഉദ്ദേശിക്കുന്നതാണ് ലെസ് ഡീറ്റെയിൽഡ് ഡേറ്റ ടു മോർ ഡീറ്റെയിൽഡ് ഡേറ്റ. നമ്മളിപ്പോ റോളപ്പ് ചെയ്ത് വെച്ചേക്കുന്നതിനെ നമ്മൾ കുറച്ച് വെച്ചിരിക്കുക, ഡേറ്റയെ സമ്മറൈസ് ചെയ്ത് ഡയമെൻഷൻസ് കുറച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണം. ഡീറ്റെയിൽഡ് ഡേറ്റയെ കാണിക്കണമെങ്കിൽ നമ്മൾ അതിനെ ഡ്രിൽ ഡൗൺ ചെയ്യണം. അതായത് സ്പ്ലിറ്റിംഗ് ഓർ സ്റ്റെപ്പിംഗ് ഡൗൺ ഇൻടു എ 1 or more ഡയമെൻഷൻസ്, ഒന്നിൽ കൂടുതൽ ഡയമെൻഷൻ നമുക്ക് കാണിക്കണം. അത് നേരെ റോളപ്പിന് നേരെ ഓപ്പോസിറ്റാണ്. അതായത് നമ്മൾ അഡീഷണൽ ആയിട്ട് ഡയമെൻഷൻസ് ആഡ് ചെയ്ത് വെക്കുക. അതായത് നമ്മൾ Q1, Q2, Q3 എന്ന് പറയുന്നത് നമുക്കിപ്പോ ഒരു വർഷത്തിൽ 4 ക്വാർട്ടർ ആണ്. അതായത് 3 മാസം കൂടുമ്പോൾ അതിനൊരു Q1 എന്ന് പറഞ്ഞു, അടുത്ത 3 മാസം അടുത്ത Q2 എന്ന് പറഞ്ഞു. അതല്ല, നമ്മുടെ ക്വാർട്ടറിനെ തന്നെ നമ്മൾ മന്ത് ആയിട്ട് വെക്കുക. നോക്കിയാൽ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മുടെ ആദ്യത്തെ ഫിഗറിൽ Q1, Q2, Q3 ആണ്. അടുത്ത ഫിഗർ ഡ്രിൽ ഡൗൺ ചെയ്തപ്പോൾ എന്താണ്, ജനുവരി, ഫെബ്രുവരി, മാർച്ച് തൊട്ടങ്ങ് കിടക്കുമല്ലേ. അതായത് ക്വാർട്ടറെ നമ്മൾ പല ഡയമെൻഷൻസ് ആക്കി. അതായത് സ്പ്ലിറ്റിംഗ് ഓർ സ്റ്റെപ്പിംഗ് ഡൗൺ ഇൻടു 1 or more ഡയമെൻഷൻ. ഒന്നാമത് കൂടുതൽ ഡയമെൻഷൻസ് ആയിട്ട് നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചു. അടുത്തത് നമുക്ക് പറയുന്നത് സ്ലൈസ് ആൻഡ് ഡൈസ്. അതിനകത്ത് സ്ലൈസ് പറയുന്നത് ഇത്രയേ ഉള്ളൂ. പിന്നെ അതിനകത്തുള്ള ഓപ്പറേഷൻ ടു ഫെച്ച് ദ ഡേറ്റ ഇൻ ദിസ് ദി query on one dimension is triggered into the database and new subcube is created എന്ന് പറഞ്ഞാല്, അതായത് ഒരു ഡേറ്റാബേസിനെ ഇന്റഗ്രേറ്റ് നിലനിർത്തിക്കൊണ്ട് നമ്മൾ പുതിയ ക്യൂബുകളെ ജനറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നമ്മളിപ്പം അത്ര ഓർത്താൽ ബ്രെഡിന്റെ ആ ഒരു പാക്കറ്റ് ഓർക്കുക, ഒരു ബ്രെഡിന്റെ പാക്കറ്റ് ഓർക്കുക. അതായത് ബ്രെഡിന്റെ ഫുൾ പാക്കറ്റ് ആണെങ്കിൽ അത് നമ്മൾ ബ്രെഡിനെ നമുക്ക് ഓരോ സൈസ്, ഒരു ഫുൾ പാക്കറ്റ് ബ്രെഡ് നമ്മൾ ഓരോ സ്ലൈസ് ആക്കി എടുത്ത് വെക്കുക. അപ്പൊ ആ കൺസെപ്റ്റിനെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, സ്ലൈസ് എന്നുള്ള കൺസെപ്റ്റ്. അതായത് ഡേറ്റ ഇന്റഗ്രേറ്റ് നിലനിർത്തിക്കൊണ്ട് നമ്മൾ അതിനെ പുതിയ ക്യൂബ് ജനറേറ്റ് ചെയ്യും. അപ്പൊ നമ്മളൊരു ബ്രെഡിന്റെ ഫുൾ പാക്കറ്റ് ഉണ്ട്, ആ ഫുൾ പാക്കറ്റ് നിന്നുകൊണ്ട് അതിനെ നമ്മൾ ഓരോന്നെടുത്ത് അതിനെ ഓരോ സ്ലൈസ് ആക്കി മാറ്റി വെക്കുക. അതാണ് സ്ലൈസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആ ഫിഗർ നോക്കിയേ. ഡേറ്റ Q1, Q2, Q3 ഹോം അപ്ലയൻസ് കാറ്റഗറിയിൽ സ്റ്റോക്ക് എല്ലാം കിടപ്പുണ്ട്. സ്ലൈസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ അതായത് നമ്മൾ ബ്രെഡിൽ ഒരെണ്ണം എടുത്തിട്ട് അതിന് അതേപോലെ സ്ലൈസ് ചെയ്യുന്ന ഓർത്താൽ മതി. അപ്പൊ കിച്ചൺ ഫർണിച്ചർ അതായത് ഐറ്റം മാത്രം കാണിച്ചുകൊണ്ട് അതിന്റെ എമൗണ്ട് ഇങ്ങോട്ട് വന്നു. അതായത് Q1 മാത്രം എല്ലാ കാറ്റഗറിയിലെ സെയിലും എടുത്ത് കാണിച്ചിട്ട് ഒരു ക്യൂബ് ഉണ്ടാക്കുക. Q1 മാത്രമാണ് ഇപ്പൊ ഇവിടെ ഒരു സ്ലൈസ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അതായത് ബ്രെഡിന്റെ പാക്കറ്റ് എടുത്തിട്ട് അതിൽ നിന്ന് നമ്മൾ ഒരെണ്ണെടുത്ത് സ്ലൈസ് ചെയ്യുന്നത്. ഇനി ഡൈസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡൈസ് എന്ന് പറഞ്ഞാൽ ഇസ് ജസ്റ്റ് ലൈക്ക് എ പ്രൊജക്ഷൻ റിലേഷൻ query that is you need 2 or more dimensions that results in the creation of subcubes. അതോ രണ്ടിൽ കൂടുതലോ ഡയമെൻഷൻസ് എടുക്കുന്നതിനാണ് നമ്മൾ ഡൈസ് എന്ന് പറയുന്നത്. 2 or 2 കൂടുതലോ ഡയമെൻഷൻസ് എടുക്കുക. മറ്റേ സൈസ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം എടുക്കുന്നുള്ളൂ. ഇവിടെ 2 or 2 കൂടുതൽ, അതായത് മൊബൈലും ലാപ്ടോപ്പും മാത്രം എടുത്തിട്ട് Q1, Q2 മാത്രം എടുത്തു. ആ ഫിഗറിലോട്ട് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ ഒറിജിനൽ ഡേറ്റയാണ് ആദ്യമായി കിടക്കുന്നത്. നമ്മൾ ഡൈസ് ചെയ്ത് കഴിയുമ്പോൾ 2 ക്വാർട്ടറിലെ മാത്രം എടുത്തിട്ട് മൊബൈലും ലാപ്ടോപ്പും മാത്രം എടുത്തു. അങ്ങനെ വേണ്ട ഓലാപ്പ് ഓപ്പറേഷൻസ് നടക്കാം. ഇപ്പൊ സ്ലൈസ്, ഡൈസ്. ഇനി പറയുന്നത് പിവോട്ട്. പിവോട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റൊട്ടേഷൻ ആയിരിക്കും. അതായത് നമ്മളിപ്പം നമ്മൾ ഈ എക്സലിനകത്തൊക്കെ പിവോട്ട് ടേബിൾ വെച്ച് ചെയ്യാൻ പഠിച്ചിട്ടില്ലേ? അതായത് ദിസ് OLAP operation fixes one attribute as a pivot and rotate the cube to fetch the results, just like an inverted spreadsheet giving a different perspective. അതായത് നമ്മൾ 3D സീരീസിൽ നിന്നോട് നമുക്ക് 2D പ്ലെയിനിലോട്ട് വിഷ്വലൈസേഷൻ മാറ്റാൻ പറ്റും. അതാണ് റൊട്ടേറ്റ് ചെയ്ത് 3Dയിൽ നിന്നുകൊണ്ട് നമ്മൾ 2Dയിലോട്ട് 2D വ്യൂവിലോട്ട് മാറ്റുക. ഇറ്റ്സ് എ വിഷ്വലൈസേഷൻ ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പിവോട്ട് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഒരു OLAP ഓപ്പറേഷൻസിൽ വരുന്നതാണ്. അപ്പൊ ഈ 4 ഇമ്പോർട്ടന്റ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാം കാണുന്നതാണ്. OLAP ഓപ്പറേഷൻസിന്റെ 4 കാറ്റഗറി ഏതാണെന്ന് ചോദിച്ചാൽ റോൾ അപ്പ്, ഡ്രിൽ ഡൗൺ, സ്ലൈസ് ആൻഡ് ഡൈസ്, പിവോട്ട്.
ഈ 4 പഠിച്ചു വെക്കുക. 4 ആദ്യത്തെ എക്സാമ്പിൾ സെയിം ആണ്. 4 ക്വാർട്ടർ വെച്ച് ഒരു ഹോം അപ്ലയൻസസും വെച്ച് അതിന്റെ ഓർഡർ സമ്മറിയും വെക്കും. എന്നിട്ട് അതിൽ നിന്ന് റോളപ്പ് ചെയ്യുമ്പോഴത്തേന് എന്ത് സംഭവിക്കും? സമ്മറൈസ് ചെയ്തെടുക്കുന്നു. ഡ്രിൽ ഡൗൺ ആണെങ്കിൽ അങ്ങനല്ല, ഇലാബറേറ്റ് ചെയ്തെടുക്കുവാണ്. ഡയമെൻഷൻസ് കൂട്ടി ക്വാർട്ടർ മാറ്റിയിട്ട് മന്ത് തന്നെ എടുത്ത് അപ്പൊ വലിയൊരു ഡേറ്റ ആക്കി വെച്ചിരിക്കുന്നു. പിന്നെ സ്ലൈസ് എന്ന് പറയുമ്പോൾ ഒറ്റ ഒരു പാക്കറ്റ് ചെയ്യുന്നത് നമ്മൾ ഒരെണ്ണത്തിനെ എടുത്തിട്ട് അതിനെ ഒരു ഭാഗം മാത്രം കാണിക്കുന്നു. ഡൈസ് എന്ന് പറയുന്നത് അങ്ങനെയല്ല, ഒരു വലിയ പോർഷൻ നമ്മൾ 2 ക്വാർട്ടറിൽ എടുത്തിട്ട് അതിനെ എക്സ്പാൻഡ് ചെയ്ത് 2 ഐറ്റം എടുത്തിട്ട് കാണിക്കുന്നു. പിവോട്ട് ആണെങ്കിൽ 3D വ്യൂവിൽ നിന്നും 2D വ്യൂവിലോട്ട് കൺവേർഷൻസ് മാറ്റി കൊടുക്കുന്നു. അത്ര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോൾ വെച്ച് പഠിച്ചു വെച്ചോ. ഈ OLAP ഫങ്ഷൻസ്, OLAP ഫങ്ഷൻസിനകത്ത് 2 എണ്ണം പറയുന്നത്. OLAP function returns a scalar value of a query. OLAP function can be performed as an individual row level 2. An OLAP function provides data mining functionalities and data analysis. OLAP functions use SQL queryകളാണ് യൂസ് ചെയ്യുന്നത്. ഇൻസേർട്ട്, സെലക്ട്, പോപ്പുലേറ്റ് അങ്ങനെയുള്ള queryകളൊക്കെ യൂസ് ചെയ്യുന്നത്. അതായത് ഇവിടെ നമ്മൾ OLAP ക്യൂബുകളെ കുറിച്ചാണ് പറയുന്നത്. OLAP ക്യൂബ് അതായത് മൾട്ടി ക്യൂബ്, ഹൈപ്പർ ക്യൂബിനെ കുറിച്ച് പറയുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ്. ജനുവരി 23 ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഹൈപ്പർ ക്യൂബും മൾട്ടി ക്യൂബും എന്താണ് കേട്ടോ. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ OLAP ക്യൂബ് എന്താന്ന് പറയാം. അതായത് മൾട്ടി ഡയമെൻഷണൽ അറേ ഓഫ് ഡേറ്റ ആയിരിക്കും OLAP ക്യൂബുകൾ. നമ്മളിപ്പോ ഇത്ര നേരം OLAP ക്യൂബിനെ കുറിച്ചാണ് പറയുന്നത്. മൾട്ടി ഡയമെൻഷണൽ അറേ ഓഫ് ഡേറ്റ ആയിരിക്കും. മൾട്ടി ഡയമെൻഷണൽ ഡേറ്റ ആയിരിക്കും. അതിന് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഡയമെൻഷൻസ് ഗ്രേറ്റർ ദാൻ 3. മൾട്ടി ഡയമെൻഷൻ പറയുമ്പോഴത്തേനും 3 കൂടുതൽ ഡയമെൻഷൻസ് വരുമ്പോൾ അതേ മൾട്ടി ഡയമെൻഷൻ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇവിടെ ഹൈപ്പർ ക്യൂബും മൾട്ടി ക്യൂബും എന്താന്ന് പറയുന്നുണ്ട്. അപ്പൊ ഹൈപ്പർ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഈസ് എ ഡാറ്റ സ്ട്രാറ്റജി ഒപ്റ്റിമൈസ്ഡ് ഇൻ വെരി ക്യൂബ് ഡാറ്റ അനലൈസിസ്. OLAP cube consists of numeric facts called measures which is categorized by dimensions. OLAP cube is also called a hypercube. So we can say that multi-dimensional databases can be seen in hypercube or multi-cube. Multi-dimensional cubes have smaller multiple cubes and hypercube is in one cube, as logically all the data seems to be one unit of cube. എന്ന് പറഞ്ഞാല് നമുക്ക് ആ ഫിഗർ വെച്ച് തന്നെ പറയാം. അതിന്റെ ഡിഫറൻസ് അങ്ങനെ പഠിച്ചു വെക്കുന്നതായിരിക്കും എളുപ്പം. ഇത് അതായത് മൾട്ടി ക്യൂബിലാണെങ്കിൽ എന്തായിരിക്കും, ഈച്ച് ഡയമെൻഷൻ ക്യാൻ ബിലോങ് ടു മെനി ക്യൂബ്സ്. അതായത് ഓരോ ഡയമെൻഷനിലും പല ക്യൂബുകളിലായിട്ടായിരിക്കും. ഈച്ച് ഡയമെൻഷൻസ് ക്യാൻ ബിലോങ് ടു മെനി ക്യൂബ്സ്. പല ക്യൂബുകളിലായിട്ടായിരിക്കും ഓരോ ഡയമെൻഷൻസും കാണുന്നത്. പക്ഷെ ഹൈപ്പർ ക്യൂബിൽ അങ്ങനെയല്ല, ഈച്ച് ഡയമെൻഷൻ ബിലോങ് ടു വൺ ക്യൂബുള്ളൂ. ഓരോ ഡയമെൻഷൻസും ഓരോ ക്യൂബിലായിരിക്കും, ഒരു ക്യൂബിലായിരിക്കും. ഇനി ഡയമെൻഷൻ എന്ന് പറയുന്നത് നോട്ട് നെസസിറ്റി ഓൾ ദി ഡയമെൻഷൻ ഷുഡ് ബിലോങ് ടു സം ക്യൂബ്. എവരി ഡയമെൻഷൻ ഓൺഡ് ബൈ എ ഹൈപ്പർ ക്യൂബ്. ഹൈപ്പർ ക്യൂബിലാണെങ്കിൽ എല്ലാ ഡയമെൻഷൻസും അതിൻ്റെ അകത്ത് തന്നെ കാണും. അല്ല മറ്റേനകത്താണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. ഇനി മെഷർ കമ്പ്യൂട്ടേഷൻ. കോംപ്ലക്സ് ഡാറ്റ ക്യാൻ ബി റിട്രീവ്ഡ് ഫ്രം ഓൾ ദി ക്യൂബ്സ്. എല്ലാ ഈ മൾട്ടി ക്യൂബിലാണ് എല്ലാ ക്യൂബിൽ നിന്നുള്ള ഡാറ്റ നമുക്ക് കോംപ്ലക്സ് ഡാറ്റയെ എടുക്കാൻ പറ്റും. ഹൈപ്പർ ക്യൂബിലാണ് അങ്ങനെയല്ല, സിമ്പിൾ ആയിരിക്കും. ആസ് ന്യൂമറിക്കൽ ഫാക്ട്സ് ആർ അവൈലബിൾ ഇൻ വൺ പ്ലേസ്. അതായത് നമുക്ക് കോംപ്ലക്സ് ഡാറ്റ എല്ലാ ക്യൂബിൽ നിന്ന് എടുക്കാൻ പറ്റുന്നതാണ് പറയുന്നത്. ഇവിടെ അങ്ങനെയല്ല, നമുക്ക് ഒരു പ്ലേസ് ഇപ്പൊ ന്യൂമറിക്കൽ ഡാറ്റ തന്നെയാണ്, ന്യൂമറിക്കൽ ഡാറ്റ തന്നെയല്ല ഒരു ക്യൂബിൽ തന്നെ കാണും. അതായിരിക്കും ഹൈപ്പർ ക്യൂബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മൾട്ടിപ്പിൾ multi-cube system if there are 2 rows in a dimension row set for which dimension name value എന്ന് പറയുന്നത് ഇത് has the cubes built from same pool of available dimensions. അതായത് നമുക്ക് എല്ലാ ഡയമെൻഷൻസും അവൈലബിൾ ആയിരിക്കും ഇതില് മൾട്ടി ക്യൂബിൽ. ഇനി ഹൈപ്പർ ക്യൂബിലാണെങ്കിൽ എങ്ങനെ ആയിരിക്കും, ഇൻ എ മൾട്ടിപ്പിൾ ഹൈപ്പർ ക്യൂബ് സിനാരിയോ ഇറ്റ് ഈസ് പോസിബിൾ ഫോർ 2 hypercubes to have a dimension of the same name, each of which have different characteristics. എന്ന് പറഞ്ഞാല് മൾട്ടിപ്പിൾ ഹൈപ്പർ ക്യൂബുകൾക്ക് 2 ഹൈപ്പർ ക്യൂബുകൾക്ക് ഒരേ നെയിം വരാം, ബട്ട് ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും. അതായത് മൾട്ടിപ്പിൾ ഹൈപ്പർ ക്യൂബുകളുടെ കാര്യം എന്നിട്ട് പറയുന്നുണ്ട്. 2 ഹൈപ്പർ അതായത് അവിടെ ഇപ്പൊ 2 ഹൈപ്പർ ക്യൂബ് വന്നിട്ടുണ്ട്. അതായത് 2 ഹൈപ്പർ ക്യൂബ് വന്നിട്ടുണ്ട്, പക്ഷെ 2 ഹൈപ്പർ ക്യൂബുകൾക്കും ഒരേ നെയിം വരുന്ന ഒരു കേസ് വന്നെങ്കിലും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വേറെ ആയിരിക്കും. ഇവിടെ നേരെ അങ്ങനെയല്ല, നേരെ തിരിച്ചായിരിക്കും മൾട്ടി ക്യൂബില്. അതായത് ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക മൾട്ടി ക്യൂബും ഹൈപ്പർ ക്യൂബും എന്താണ്. മൾട്ടി ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, മൾട്ടി ക്യൂബ് എന്ന് പറഞ്ഞാല് മൾട്ടി ഡയമെൻഷണൽ ക്യൂബ് ആയിരിക്കും. മൾട്ടി ഡയമെൻഷണൽ ക്യൂബ് ഹാവ് സ്മോളർ മൾട്ടിപ്പിൾ ക്യൂബ്സ്. അതിനകത്ത് പല പല മൾട്ടിപ്പിൾ ക്യൂബ്സുകളുമാണ്. ക്യൂബ് എന്നാന്നറിയാലോ, ക്യൂബ് എന്ന് പറഞ്ഞാൽ ഫാക്റ്റും ഡയമെൻഷൻസും കൊടുത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുവാണ്. മൾട്ടി ഡയമെൻഷണൽ വ്യൂ ആയിരിക്കും. അതായത് അങ്ങനെയുള്ള ക്യൂബുകളായിരിക്കും.
ഇനി ഹൈപ്പർ ക്യൂബ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. ഇറ്റ് വൺ ക്യൂബ് ആസ് ലോജിക്കലി ഓൾ ദി ഡേറ്റ സീംസ് ടു ബി ഇൻ എ വൺ യൂണിറ്റ് ഓഫ് ക്യൂബ്. അതായത് അവിടെ ഒരു ക്യൂബേ കാണത്തുള്ളൂ, ഹൈപ്പർ ക്യൂബ്. ആ ഹൈപ്പർ ക്യൂബിൽ നിന്നുകൊണ്ട് വേണം നമുക്ക് ബാക്കിയല്ല. അപ്പൊ ഹൈപ്പർ ക്യൂബില് അപ്പൊ പക്ഷെ അവിടെ സെയിം പേര് റിപ്പീറ്റ് ചെയ്ത് വന്നാലും എന്തായിരിക്കും, ക്യാരക്ടറിസ്റ്റിക്സ് വ്യത്യാസമായിരിക്കും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളൂടെ നോട്ട് ചെയ്ത് വെച്ചോണം, ഹൈപ്പർ ക്യൂബും അതുപോലെ മൾട്ടി ക്യൂബ്സ്. ഒലാപ്പ് ഓപ്പറേഷനകത്ത് വരുന്നതാണ്. ഒലാപ്പിന്റെ ഓപ്പറേഷൻസ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇനി ആപ്ലിക്കേഷൻസ് ഓഫ് ഒലാപ്പ്, ഒലാപ്പിന്റെ ആപ്ലിക്കേഷൻസ് എന്തെന്നോട് പറയുന്നുണ്ട്. അതായത് ഒലാപ്പ് റിപ്പോർട്ടിംഗ് സിസ്റ്റംസ് വാല്യൂ യൂസ് ഇൻ ബിസിനസ് ആപ്ലിക്കേഷൻ ലൈക്ക് സെയിൽസ്, മാർക്കറ്റിംഗ്, അല്ലെ, ബിസിനസ് മേഖലയിൽ എല്ലാം ഇത് യൂസ് ചെയ്യുന്നുണ്ട്. റീറ്റെയിൽ ഇൻഡസ്ട്രിയിലുണ്ട്, മൊത്ത വ്യാപാരത്തിലും. ഫിനാൻഷ്യൽ ഓർഗനൈസേഷൻസ്, ബഡ്ജറ്റിങ്, അവിടെയൊക്കെ എന്തായിരിക്കും ഒലാപ്പ് ഓപ്പറേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഫിനാൻഷ്യൽ ഓർഗനൈസേഷൻ ഓർത്താൽ മതി, ബഡ്ജറ്റിങ് നമുക്കിപ്പം ഡ്രിൽ ഡൗണോ റോൾ അപ്പോ ഒക്കെ യൂസ് ചെയ്തായിരിക്കാം ഡേറ്റ ഇവിടെ കാണിക്കുന്നത്. ചില ഒരു ഫീൽഡിൽ നമുക്ക് കുറച്ച് ഡേറ്റ കാണിച്ചാൽ മതി, ചിലർക്ക് നമുക്ക് കൂടുതൽ ഡേറ്റ ഇവിടെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച്. പിന്നെ അഗ്രികൾച്ചർ മേഖലയിൽ, അതായത് കൃഷി മേഖലകളിലൊക്കെ ഉണ്ട് പീപ്പിൾ മാനേജ്മെന്റ്, പ്രോസസ് മാനേജ്മെന്റ്, ഇവരെല്ലാം എന്തെയും ഒലാപ്പ് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഒലാപ്പിന്റെ ഇമ്പോർട്ടൻസും കൂടെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇവിടെ എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്, ഈ ഒരു ചാപ്റ്ററിൽ നിന്നോട് നിങ്ങൾക്ക് മൾട്ടി ഡയമെൻഷണൽ ഓപ്പറേഷൻസ് പഠിക്കണം. ഓൺലൈൻ അനലിറ്റിക്കൽ പ്രോസസിംഗ് ആണ് പഠിക്കേണ്ടത്. റോൾ അപ്പ്, ഡ്രിൽ ഡൗൺ, സ്ലൈസ് ആൻഡ് ഡൈസ്, പിവോട്ട്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതായത് അപ്പൊ അവിടെ അത് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡേറ്റ ക്യൂബ് എന്താണെന്ന് പഠിക്കണം. ഡേറ്റ ക്യൂബ് എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഫാക്ട് ഡയമെൻഷൻസുമായിട്ടായിരിക്കും ഡേറ്റ സേവ് ചെയ്തിരിക്കുന്നത്. ഒരു നമുക്കൊരു ഫാക്ട് ടേബിൾ എന്നുകൊണ്ട് നമ്മൾ സ്റ്റുഡന്റ് ഐ ഡി എടുത്താൽ ആ സ്റ്റുഡന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് ആയിരിക്കാം ഡയമെൻഷൻ ടേബിളിൽ വരുന്നത്. അതായത് മൾട്ടി ഡയമെൻഷണൽ ഡേറ്റ ആയിരിക്കും നമ്മൾ അവിടെ ക്യൂബുകളിൽ വ്യൂ ചെയ്യുന്നത്. അതാണ് നമ്മൾ ആ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. റോൾ അപ്പിനകത്തൊക്കെ കാണിച്ചിരിക്കുന്നത് ക്വാർട്ടർ 1, ക്വാർട്ടർ 2, ക്വാർട്ടർ 3, ക്വാർട്ടർ 4 കാണിച്ചിട്ട് ഒരു കാറ്റഗറി കൊടുത്തിരിക്കുക. ഹോം അപ്ലയൻസസിന്റെ ഒരു കാറ്റഗറി കൊടുത്തിട്ടുണ്ട്. മൊബൈല്, ലാപ്ടോപ്പ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം കൂടെ കൊടുത്തുകൊണ്ട് നമ്മളിപ്പം നമുക്ക് ക്വാർട്ടർ 1 ഇപ്പൊ മൊബൈലിന്റെ ഒരു സ്റ്റോക്ക് എത്രയാണ്, അല്ലെ മൊബൈലിന്റെ എമൗണ്ട് എത്രയാണ് ക്വാർട്ടർ 1, ഓർഡർ എത്രയാണ്, ഇതെല്ലാം നമുക്ക് ഒറ്റ ഒരു നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് മൾട്ടി ഡയമെൻഷണൽ വ്യൂവൽ ഡേറ്റ എടുക്കുന്നത്. അതിൽ നിന്നുകൊണ്ട് പിന്നെ നമ്മൾ വേണേൽ സമ്മറൈസ് ചെയ്തെടുക്കുക. എനിക്കിപ്പോ ആ ഒരു ക്വാർട്ടറിലെ മൊബൈൽ ഫോൺ ക്വാർട്ടർ 2 എത്രമാത്രം എമൗണ്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രം കണ്ടാൽ മതി, നമ്മൾ അതിനെ സമ്മറൈസ് ചെയ്തെടുക്കുക. അതായത് വേറൊരു വ്യൂവിൽ നിന്നുകൊണ്ട് നമ്മൾ സമ്മറൈസ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ റോൾ അപ്പ്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡ്രിൽ ഡൗൺ, ചെറുതിൽ നിന്നുകൊണ്ട് വലുതായിട്ടൊരു ഡേറ്റ എടുക്കുക, എക്സ്പ്ലെയിൻ ചെയ്ത് വലിയൊരു ഡേറ്റ എടുക്കുകയാണ്. പിന്നെ സ്ലൈസ്, ഉള്ള ഒരു വലിയതിൽ നിന്നുകൊണ്ട് നമ്മൾ ഒരു ഭാഗം മാത്രം എടുത്തിട്ട് ഡെപ്പിക്ട് ചെയ്ത് കാണിക്കുകയാണ്. ഡൈസ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, 1-2 ഭാഗം എടുത്തിട്ട് വലിയൊരു ഡേറ്റയിൽ നമ്മൾ 1-2 ഭാഗം എടുത്ത് കാണിക്കുന്നു. അല്ല, റൊട്ടേറ്റ് ചെയ്യുവാണ്. 3D വ്യൂവിനെ നമ്മൾ 2D വ്യൂ ആക്കുക. വ്യൂവിലായിരിക്കും നമ്മുടെ ഡേറ്റ കിടക്കുന്നതിനെ നമ്മൾ 2D വ്യൂ എടുക്കുക. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പം ഏതായിരിക്കും, 2D വ്യൂ ആയിരിക്കും മനസ്സിലാക്കാൻ എളുപ്പം. അപ്പൊ അത് രണ്ടും അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ഒലാപ്പ് ക്രിയേഷൻ. ഒലാപ്പ് ക്രിയേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഏതൊക്കെ സ്റ്റെപ്സുകൾ വേണമെന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് എക്സ്ട്രാക്ട് ഡേറ്റ ഫ്രം എ വെറൈറ്റി ഓഫ് സോഴ്സസ് ലൈക്ക് ടെക്സ്റ്റ്, എക്സൽ ഷീറ്റ്, മൾട്ടിമീഡിയ ഫയൽസ്, ഓൺലൈൻ ട്രാൻസാക്ഷൻ പ്രോസസിംഗ് ഡേറ്റ, ഇൻഫാക്ട് ഫയൽസ്. എന്തൊക്കെയാണ് എക്സ്ട്രാക്ട് ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്യുന്നത് എവിടെ നിന്നൊക്കെ ആയിരിക്കും? നമ്മൾ ഇത് തന്നെയാണ് ആദ്യത്തെ ക്ലാസ്സിലും പറഞ്ഞത്, അല്ലെ? ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്യുന്നത് എക്സൽ ഷീറ്റിൽ നിന്നോ മൾട്ടിമീഡിയ ഫയൽസിൽ നിന്നൊക്കെ ആയിരിക്കാം. പിന്നെ ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്, സ്റ്റാൻഡർഡൈസേഷൻ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. Data is distributed in an incompatible to each other. It involves data pre-processing or cleaning part where the semantics of database are changed into a standard form. അതായത് സ്റ്റാൻഡേർഡ് ഫോമിൽ നമ്മൾ ഡേറ്റയെ ആക്കുക, ട്രാൻസ്ഫോം ചെയ്ത് സ്റ്റാൻഡേർഡ് ഫോമിൽ ആക്കുവാണ്. പിന്നെ ലോഡ് ചെയ്യുന്നുണ്ട്. ലോഡിങ് മീൻസ് ഏതാണോ ഒരു ഡേറ്റാബേസ് അതിലോട്ട് ലോഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ബിൽഡിംഗ് എ ക്യൂബ് ഫോർ ഡാറ്റ അനലൈസിസ്. ആ ഡാറ്റ അനലൈസിസിലോട്ടൊരു ക്യൂബ് ബിൽഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സെലക്ട് ദി ഡയമെൻഷൻ മീൻസ് സെറ്റ് ഓഫ് സബ്സെറ്റ് ഇൻസിഗ്നിഫിക്കന്റ് ആട്രിബ്യൂട്ട്സ്. ഓരോ ആട്രിബ്യൂട്ട്സിനെയും ഓരോ സെറ്റ് ഓഫ് ഡയമെൻഷനിലോട്ട് കൊടുക്കുന്നുണ്ട്. സെലക്ട് കൺസെപ്റ്റ് ഓഫ് ഹയറാർക്കി, ഹയറാർക്കിയുടെ ഒരു കൺസെപ്റ്റ് ഇവിടെ പറയണം. പിന്നെ പോപ്പുലേറ്റ് ദി ക്യൂബ് ഇൻ ദി റെലവന്റ് ഡേറ്റ, റെലവന്റ് ഡേറ്റയിൽ യൂസ് ചെയ്ത് ക്യൂബ് ഒക്കെ പോപ്പുലേറ്റ് ചെയ്ത് വെക്കുക. സെലക്ട് ന്യൂമറിക് ആട്രിബ്യൂട്ട് ടു അപ്ലൈ അഗ്രിഗേറ്റ് ഫംഗ്ഷൻ. അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ് ഒക്കെ അപ്ലൈ ചെയ്യാൻ ന്യൂമറിക് ആട്രിബ്യൂട്ട്സ് തന്നെ സെലക്ട് ചെയ്യും. അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ് പറയുമ്പോൾ സമ്മറൈസ് ചെയ്യാനാണ്. അതായത് നമ്മൾ
ന്യൂമറിക്കൽ ഫംഗ്ഷൻ തുടങ്ങുമ്പോൾ എന്താണ് മിൻ മാക്സ് ആവറേജ് എന്നുള്ള ഫംഗ്ഷൻസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് വേണം അത് യൂസ് ചെയ്യാം. പിന്നെ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യണം. അത്രയുമാണ് ലാബ് ക്രിയേഷന്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അതായത് എക്സ്ട്രാക്ട് ചെയ്യുന്നു, ട്രാൻസ്ഫോം ചെയ്യുന്നു, ലോഡ് ചെയ്യുന്നു, എന്നിട്ട് ക്യൂബിലോട്ട് ബിൽഡ് ചെയ്യുന്നു, എന്നിട്ട് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്നു. ക്യൂബിലോട്ട് ബിൽഡ് ചെയ്യുമ്പോഴാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്. ഹൈറാർക്കി ആയിട്ട് വേണം ക്യൂബിലോട്ട് കൊടുക്കാൻ. റെലവെന്റ് ആയിട്ട് ആക്സസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരും. അതിനെ നമ്മളൊന്ന് പോപ്പുലേറ്റ് ചെയ്ത് വെക്കണം. പിന്നെ അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ് ഒക്കെ യൂസ് ചെയ്യണം. അപ്പൊ അത്രയും കാര്യങ്ങളാണ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ഒലാപ്പ് ക്രിയേഷൻ ആയിട്ട് പറയുന്നത്. ലാസ്റ്റ് അഡ്വാൻറ്റേജസ് ഓഫ് ഒലാപ്പ് കൂടെ പറയുന്നത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. 5 minutes കൂടെ അല്ലേ ഉള്ളൂ. അഡ്വാൻറ്റേജസ് പറയുന്നത് ഡേറ്റ പ്രോസസിംഗ് ആസ് എ ഫാസ്റ്റ് സ്പീഡ്. 8 സ്പീഡിൽ ഒലാപ്പ് ഓപ്പറേഷൻസ് വർക്ക് ചെയ്യുന്ന സ്പീഡ് ഇനി കൊറി എക്സിക്യൂഷൻ ഹാസ് ബീൻ ട്രെമൻഡസ്. അതായത് കൊറി ഏറ്റവും രീതിയിൽ ഏതാണ് പ്രോസസ് ചെയ്യും. അതുപോലെ ആക്സസിബിലിറ്റി. ക്യൂബ് enables various kinds of data like transaction data from various sources. കസ്റ്റമേഴ്സ് സപ്ലയറിന് അത് കാണും, അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ കൺസൈസ് ആൻഡ് ഫൈൻ ഡേറ്റ എന്ന് പറയുമ്പോൾ ഒന്നിലധികം റെക്കോർഡുകൾ ഒരുമിച്ച് വർക്ക് ചെയ്യും. അതില് നമുക്ക് ഒന്നിനും ടേബിൾസും വരും, അവയ്ക്കിടയിൽ ഒരു സ്കീമ ഉണ്ടാകും. പിന്നെ ഡേറ്റ റെപ്രസെന്റേഷൻ മൾട്ടി ഡയമെൻഷൻ. Cube is a center for all data. Each element in a cube contains various attributes and the number of processes. അതൊക്കെ ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. ഡേറ്റ റെപ്രസെന്റേഷൻ ഇൻ മൾട്ടി ഡയമെൻഷൻ. ഇപ്പൊ ഇത്രയും ഒന്ന് നമുക്കിപ്പോ ഇതിന്റെ അഡ്വാൻറ്റേജ് എല്ലാം കൂടെ കമ്പയർ ചെയ്ത് നമ്മൾ ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന കാര്യമുള്ളൂ. പിന്നെ ബിസിനസ് എക്സ്പ്രഷൻ കോമൺലി യൂസ്ഡ്. അതായത് പല ക്യൂബിന്റെ ഒക്കെ സൈസ് കമ്പനിയുടെ സാമ്പത്തികത്തെ സൂചിപ്പിക്കുന്ന പറയുന്നത് ബിസിനസ് എക്സ്പ്രഷൻ കോമൺലി യൂസ്ഡ്. അതായത് എക്കണോമിക് ആൻഡ് ഫിനാൻഷ്യൽ കണ്ടീഷൻസ് ഓഫ് എ കമ്പനി, അത് ഒലാപ്പ് ക്യൂബിന്റെ സൈസിനെ റെപ്രസെന്റ് ചെയ്യും. അപ്പൊ എൻഡ് യൂസേഴ്സിന്റെ ഡാറ്റാബേസുകൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ, അതായത് എത്രമാത്രം ഉണ്ടാവും കമ്പനിയുടെ എക്കണോമിക് ആൻഡ് ഫിനാൻഷ്യൽ കണ്ടീഷൻസ് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ സിറ്റുവേഷൻ സിനാരിയോ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഇപ്പൊ ക്യൂബിന്റെ വിവരങ്ങളൊക്കെ കൃത്യസമയത്ത് കാണിക്കാതെ ക്യൂബിന്റെ ഇൻഫോർമേഷൻസ് എക്സ്ട്രാക്ട് ചെയ്ത് കാര്യങ്ങൾ എടുക്കുക. അപ്പൊ നമ്മൾ ക്യൂബിൻ ഡാറ്റ കൊടുത്തിട്ടുണ്ട്, അതിന്റെ വിവരങ്ങളെല്ലാം എല്ലാവരെയും കാണിക്കും. അതെ, എക്സ്ട്രാക്ട് ചെയ്ത ആവശ്യത്തിന് മാത്രം എടുക്കാൻ പറയുന്ന ഒരു ഒലാപ്പിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഈസി അണ്ടർസ്റ്റാൻഡ് ടെക്നോളജി. മോസ്റ്റ്ലി നമുക്കിത് ഈസി ആയിട്ട് ആദ്യം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ് ഒലാപ്പ് ഓപ്പറേഷൻസ്. അതായത് എം ഒലാപ്പ്, ആർ ഒലാപ്പ്, എച്ച് ഒലാപ്പ് ആൻഡ് ഡി ഒലാപ്പ്. അത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ പ്രവർത്തനത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ക്വസ്റ്റ്യൻസ് കാണുന്നത്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു.